മഹാശാപ ശിക്ഷകളേറ്റതേ. ഓ പാപത്തിൽ നിന്നുമെന്നെ കോരിയെടുപ്പാൻ ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. എന്നെ അൻപോടു ദീനം തോറും നടത്തും പൊന്നീടയനന്തം വന്ദനമേ. എൻ്റെ പൊന്നീടയനന്തം വന്ദനമേ. എന്നെ അൻപോടു ദീനം തോറും നടത്തും പൊന്നീടയനന്തം വന്ദനമേ. എൻ്റെ പൊന്നീടയനന്തം വന്ദനമേ. എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള മഹൽ ശക്തി നീയേ. ദൈവാന്തികയുള്ള മകൾ ശക്തി നീയേ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടും അന്തികയുള്ള മകൾ ശക്തി. നാദാന്തികയുള്ള മകൾ ശക്തി. ചേർന്ന് പാടാമോ? താതൻ സന്നിധി, താതൻ സന്നിധി എൻ പേർക്കു സദാ പക്ഷപാതം ചെയ്യുന്ന മമ ജീവനാഥ. പക്ഷപാതം ചെയ്യുന്ന മമ ജീവനാഥ. താതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷപാതം ചെയ്യുന്ന മമ ജീവനാഥ. പക്ഷപാതം ചെയ്യുന്ന മമ ജീവ. കുറ്റം കൂടാതെ എന്നെ, കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ. എന്നെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ. മഞ്ഞിടത്തിലടിയ ജീവിക്കും നാളിൽ വന്ദനം ചെയ്യും തിരുനാമത്തിനെ. ദേവവന്ദനം ചെയ്യും ശബ്ദമുയർത്തി പാടാം. എന്നോടുള്ള എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. നന്ദിയോടെ നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്നായി നിറയും. സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവാ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്നായി നിറയുന്നേ. സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവാ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവാ സന്ന
ദേവസന്നാഹം പാടിടുന്നേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൻ യേശു. ചേർന്ന് എന്തു കണ്ടു, എന്തു കണ്ടു, എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൽ യേശുവേ. പാപിയായിരുന്നൊരു കാലത്തും ആപത്തനായൊരു നാളിലും, പാപിയായിരുന്നൊരു കാലത്തും ആപത്തനായൊരു നാളിലും, ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ. ശബ്ദമുയർത്തില്ല ദൈവം ആത്മാർത്ഥമായി. യോഗ്യനല്ല, യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൻ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു ഇത് കൃപയതാ, ഇത് കൃപയതാ, ഇത് യേശുവേ. സ്വർഗീയ നാടവകാശമാ, നിത്യമാം വീട് എനിക്കൊരുക്കി നീ. സ്വർഗീയ നാടവകാശമാ, നിത്യമാം വീട് ഒരുക്കി നീ. എന്നെയും ചേർക്കുവാൻ മേഘത്തിൽ വന്നിടും ഭാഗ്യനാളോർത്തിടുമ്പോ. എന്നെയും ചേർക്കുവാൻ മേഘത്തിൽ വന്നിടും ഭാഗ്യനാളോർത്തിടുമ്പോ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. ദൈവജനം ചേർന്നാൽ മർദ്ദമായ യോഗ്യനല്ല, യോഗ്യനല്ല, യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൽ യേശുവേ. എന്തു കണ്ടു ഇത്ര ഇത്ര മാനിപ്പാൻ, ഇത്ര യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതായി യേശുവേ. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. നിൻ മഹാ
സഭ ചേർന്ന് ആത്മാർത്ഥമായി ശബ്ദമുയർത്തി നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. ഒന്നുമില്ലായ്കയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ഒന്നുമില്ലായ്കയിൽ നിന്നും ഒന്നുമില്ലായ്കയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്നു രക്ഷി. ശബ്ദമുയർത്തി നിൻ മഹാകൃപയ്ക്കായി നിൻ മഹാകൃപയ്ക്കായി യേശുവേ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്ന് ആത്മാർത്ഥമായി ദൈവത്തിനും ചേർന്ന് നിൻ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും യേശുവേ അങ്ങേ ഞാൻ സ്തുതി. എല്ലാ ദൈവജനവും ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഓ അങ്ങയുടെ മഹാകൃപയ്ക്കായി ദൈവത്തിന്റെ മഹാകൃപയ്ക്കായി ദയക്കായി വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചോട്ടെ, നന്ദിയോടെ കർത്താവിനെ ആരാധിച്ചോട്ടെ. ഓ എല്ലാ ദൈവജനാത്മാർത്ഥമായി ഹല്ലേലൂയ കർത്താവിന്റെ മഹാകൃപയ്ക്കായി ഓ മാറ്റമില്ലാത്ത ദയയ്ക്കായി പരിശുദ്ധനെ ഞങ്ങളെ സ്തുതിക്കുന്നതിനെ ഞങ്ങളെ വാഴ്ത്തുന്നു. ആരാധനയ്ക്ക് യോഗ്യനെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ, എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി ഓ ഇറങ്ങി നിൽക്കുന്നതിനാൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചോട്ടെ. ദൈവത്തിന് ചേർന്ന് ആത്മാർത്ഥമായി എല്ലാ പ്രതിസന്ധികൾ എല്ലാ പ്രതികൂലങ്ങൾ യേശുവിന്റെ നാമത്തിൽ പകൽക്കാലം ദൈവജനത്തെ വിട്ടു മാറുന്നു. ഹല്ലേലൂയ. ദൈവിക കരുതലുകൾ ദൈവിക കരുതലുകൾ വെളിപ്പെടുന്നു. We thank you, Jesus. Hallelujah, hallelujah. Oh, മഹത്വം 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 മഹത്വം. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. We worship you, Lord. Hallelujah. Thank you, Jesus. Hallelujah, hallelujah. Praise the Lord. Hallelujah. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം വലിയ കൃപ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ ചലിക്കുന്നു. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം കരുതുവാൻ, നമുക്ക് വേണ്ടി പുതിയ വഴികളെ വാതിലുകളെ തുറക്കുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം ശക്തനാണ്. വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ചില നിമിഷങ്ങൾ കൂടെ തുടർന്ന് ചില പാട്ടുകൾ കൂടെ ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. എനിക്ക് എൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാം എൻ്റെ യേശുവത്രേ, ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനാം. യേശു മതിയാവും. ഇന്ന് പകൽക്കാലം ആ നല്ല കർത്താവിനെ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ഹല്ലേലൂയ നമുക്ക് വേണ്ടി സകലതും ഉള്ളതുപോലെ അറിഞ്ഞ് നമുക്ക് വേണ്ടി സകലം നൽകി തരുന്നവൻ, നമുക്ക് വേണ്ടിയുള്ള സകലതും കരുതുന്നവൻ. ഹല്ലേലൂയ. ദൈവവചന പ്രകാരം നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങുവാൻ യഹോവ ഒരു നാളെ സമ്മതിക്കരുത്. പകൽക്കാലം എന്ന് പറയുമ്പോൾ നാം കുലുങ്ങി പോകുവാൻ കർത്താവ് ഒരു നാളെ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ഹല്ലേലൂയ എന്തൊക്കെ വിഷയമുണ്ടോ അതെല്ലാം ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ മേൽ വയ്ക്കുക. ഹല്ലേലൂയ. കാക്കയഴിച്ച് ആഹാരം തരുന്നവൻ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തരുന്നവൻ, നമ്മുടെ നഷ്ടത്തെ ലാഭമാക്കുന്നവൻ ആ കർത്താവ് ഇന്നും ഹല്ലേലൂയ ജീവിക്കുന്ന വിശ്വാസിക്കുന്ന എല്ലാ ദൈവമക്കൾ കരങ്ങളെ ചേർത്തടിച്ച് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ എല്ലാ ദൈവമക്കളും ചേർന്ന് ശക്തിയോടെ
സർവശക്തനാമെന്റെ യേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ. യേശു മതിയായവൻ, എനിക്കെന്റെ ആശ്രയമേശുവത്രേ. സർവശക്തനാമെന്റെ യേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ. യേശു മതിയായവൻ, യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കാക്കേ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം എന്റെ നഷ്ടങ്ങൾ അവൻ ലാഭമാക്കും. നഷ്ടങ്ങളെ ലാഭമാക്കി തരും. യേശു മതിയായവൻ, കാക്കേ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും. നഷ്ടങ്ങളെ ലാഭമാക്കി തരും. യേശു മതിയായവൻ, യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും എന്റെ യേശു മതിയായവൻ. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും യേശു മതിയായവൻ. യേശു മതി, യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും. നല്ല സ്വഭാവികളാക്കി തീർക്കും യേശു മതിയായവൻ. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും. നല്ല സ്വഭാവികളാക്കി തീർക്കും യേശു മതിയായവൻ. സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. ദൈവത്തിന് ചേർന്ന് യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല എന്റെ യാത്രയിൽ ഖേദം. വിശ്വാസത്തോടെ നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല എന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമാണ്, കൊടും കാറ്റിനെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖം, കൊടും കാറ്റിനെ യേശു ശാന്തമാക്കും. കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും, പടകിൽ എന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾക്ക് അവൻ അതിരുവയ്ക്കും, പടകിൽ
എന്നോട് ചേർന്ന് പാടാം. നന്മ പ്രാപിക്കും, നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ഖേദം വരും. ഓ നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ഖേദം വരുകയില്ല. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലണയും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലണയും. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ക്രൂശിൻ ശക്തിയാൽ ലഭിച്ചതിനാൽ. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ക്രൂശിൻ ശക്തിയാൽ ജയം. നന്മ പ്രാപിക്കും, നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ഖേദം. ചേർന്ന് ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല. ഗിലെയാദിൽ വൈദ്യനവൻ നിനക്കായി അഭിഷേകത്തിൽ തൈലക്കൂട്ടൊരുക്കും. ഗിലെയാദിൽ വൈദ്യനവൻ നിനക്കായി അഭിഷേകത്തിൽ തൈലക്കൂട്ടൊരുക്കും. സൗഖ്യദായകൻ നിന്റെ കരം പിടിക്കും, പുതുശക്തിയാൽ അനുദിനം നിറയ്ക്കും. സൗഖ്യദായകൻ നിന്റെ കരം പിടിക്കും, പുതുശക്തിയാൽ. ദൈവജനം ചേർന്ന് ആത്മാർത്ഥമായി നന്മ തിന്മ തൊടുക ക്ഷാരം ചാരാതെ നന്മ പ്രാപിക്കും, നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല നിന്റെ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമാണ് കൊടും കാറ്റിനെ യേശു ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമാണ് കൊടും കാറ്റിനെ യേശു ശാന്തമാക്കും. കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം. ഒന്ന് പറയാമോ? കടലോളങ്ങൾക്ക് അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോട്. കടലോളങ്ങൾക്ക് അവൻ അതിരും, കടലോളങ്ങൾക്ക് അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം ദിവസം. ഓ കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ഖേദം വരത്തില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് വരികൾ ചേർന്നൊന്ന് പാടിയത്. ഓ ഞാൻ നന്മ പ്രാപിക്കും, ഒരു തിന്മയും എന്നെ തൊടത്തില്ല, ഒരു ശാപത്തിന്റെ മേൽ അധികാരമില്ല. ഇന്ന് പകൽക്കാല കർത്താവിന്റെ കരത്തിൽ ഹല്ലേലൂയ ഞാൻ സുരക്ഷിതനാണ്. യേശുവിന്റെ കരത്തിൽ ഞാൻ സുരക്ഷിതനാണ്. വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളെ കരങ്ങൾ ചേർന്നെടുത്ത് അല്പനിമിഷങ്ങൾ നന്ദിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിതത്തിന് മുമ്പിലുള്ള എല്ലാ പരാജയങ്ങളും മാറുന്നു, എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രതികൂലങ്ങളും യേശു ഇന്ന് പകൽക്കാലം മാറ്റുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവ് സകര്യാവ് 4:6 പറയുന്നത് പോലെ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാലാകും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എല്ലാ തടസ്സങ്ങൾ, എല്ലാ വേദനകൾ, എല്ലാ നിരാശകൾ, എല്ലാ കണ്ണുനീരുകളും യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തെ വിട്ടു മാറട്ടെ. ഒരു വിശാലതയിലേക്ക് കർത്താവ് നമ്മെ നടത്തുന്നു, വിശാലതയിലേക്ക് നമ്മുടെ കരം പിടിച്ച് നടത്തുന്നു. ഹല്ലേലൂയ. ഞെരുക്കങ്ങൾ മാറുന്നു, ബുദ്ധിമുട്ടുകൾ മാറുന്നു, വേദനകൾ മാറുന്നു, നിരാശകൾ മാറുന്നു. എന്നും കണ്ണുനീരല്ല, എന്നും വേദനയല്ല. കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ അവൻ നമുക്ക് വേണ്ടി സമാപ്തി വരുന്നു. ദൈവജന പ്രകാരം ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ ഹല്ലേലൂയ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. ഹല്ലേലൂയ രാമശന്തരാദാവരാമ ഹല്ലേലൂയ. ആരാധിക്കുന്നവരുടെ സ്ഥിതികളെ മാറ്റുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ദൈവത്തോട് ഹല്ലേലൂയ പ്രകാരം പ്രാർത്ഥിച്ച് ദൈവമേ എന്നെ അനുഗ്രഹിക്കണം, എന്റെ അതിരുകളെ വിശാലമാക്കണം. എബേസിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി എബേസിനെ അനുഗ്രഹിച്ച് അവന്റെ അതിരുകളെ വിശാലമാക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞെരുക്കങ്ങൾ മാറുന്നു,
വിശാലതയിലേക്ക് ഇന്ന് പകൽ കർത്താവ് നമ്മെ നടത്തുന്നു. വേദനകൾ മാറുന്നു, കണ്ണുനീര് മാറുന്നു, നിരാശകൾ മാറുന്നു. ഓ ഒരിവരന്തരവർഷവര സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ കൊയ്ത്തിന്റെ നാളുകൾ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ. പരിശുദ്ധരേ, നന്ദിയോടെ നന്ദിയോടെ നന്ദിയോടെ. ഹല്ലേലൂയ. Oh, we thank you, Jesus. Hallelujah. Oh, നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് സമീപസ്ഥം മനസ്സ് തകർന്നവനെ രക്ഷിക്കുന്നവൻ. ഹല്ലേലൂയ. Oh, hallelujah. Hallelujah. We thank you, Jesus. Hallelujah. പകൽക്കാലം കർത്താവ് നമുക്ക് വേണ്ടി വിടുതലുകളെ ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങളെ കർത്താവ് മാറ്റുന്നു. ഹല്ലേലൂയ. ദൈവവചനം പ്രകാരം പറയുന്നു, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നു. നാം ആരും വന്നതുപോലെയല്ല. ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരായി, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഇന്ന് പകൽക്കാലം കർത്താവ് ഹല്ലേലൂയ നമ്മെ മടക്കി അയക്കുവാനിടയാകട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷമായിരിക്കുന്ന സ്ഥാനങ്ങളെല്ലാം ദൈവമക്കൾ എഴുന്നേറ്റുന്നാട്ടെ. ഒരു നിമിഷം എഴുന്നേൽക്കാമോ? ഹല്ലേലൂയ. നമ്മെ തന്നെ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഓ, വി താങ്ക് യു ജീസസ്. നല്ല കർത്താവിന്റെ കരുത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വ്യക്തമായ ദൈവം നമ്മോട് ഇടപെടുവാൻ, നമ്മുടെ അവസ്ഥകൾ കർത്താവ് ഹല്ലേലൂയ വ്യത്യാസം വരുത്തുവാൻ, നമ്മുടെ സാഹചര്യങ്ങളെ കർത്താവ് മാറ്റുവാൻ. ഹല്ലേലൂയ. ആത്മാർത്ഥമായി കർത്താവിനോട് ചോദിക്കാമോ? ഹല്ലേലൂയ. ഓ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്മേലൊഴുകിയിടണമേ. പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണമേ. ഹേ രക്ഷയാം ദിവ്യസ്നേഹ കടലേ, ക്രിസ്തേശു നൽകും കരുണാപുരമേ. ഹേ രക്ഷയാം ദിവ്യസ്നേഹ കടലേ, ക്രിസ്തേശു നൽകും കരുണാപുരമേ. സൗജന്യമായി ലോകത്തെ വീണ്ടവനെ, സൗജന്യമായി ലോകത്തെ വീണ്ട. ദൈവജനം ചേർന്ന് ശബ്ദമുയർത്തി. പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്മേലൊഴുകി. ആഗ്രഹത്തോടെ ചോദിച്ചാട്ടെ. പ്രവാഹമെന്നേ, നിൻ പ്രവാഹം. പകൽക്കാലം കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ, ഓ ആ ദൈവ സാന്നിധ്യത്തിന്റെ പ്രവാഹം നമ്മുടെ യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, ആരാധന 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 യേശുവിന് ആരാധന. ശബ്ദമുയർത്തി ദൈവജനം ശബ്ദമുയർത്തി ദൈവജനം. ഓ ആരാധന ആരാധന. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാ. കരവും ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആരാധന. ദൂതന്മാരോട് ചേർന്ന് ആരാധന ആരാധന
എല്ലാ ദൈവജന കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. രാജാതി രാജാവിനെ, കർത്താതി കർത്താവിന്, ആരാധനയ്ക്ക് യോഗ്യനായവന് നന്ദിയോടെ നന്ദിയോടെ നന്ദിയോടെ. ഹല്ലേലൂയ. റബശം തരാദാ. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല സ്വർഗ്ഗ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായിട്ട് അങ്ങ് സ്തുതിക്കുന്ന ഉച്ച കഴിഞ്ഞ സമയത്ത് അങ്ങ് സ്തുതിക്കുവാൻ, അങ്ങ് ആരാധിക്കുവാൻ ദൈവമക്കളാ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസഭയിൽ കൂടിയേരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല ഭാഗ്യത്തിന് നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ജയത്തിന്റെ ഘോഷം, ഉല്ലാസത്തിന്റെ ഘോഷം ഈ ആലയത്തിന് ഉയരുന്ന കൃപയ്ക്ക് നന്ദിയോടെ ഞങ്ങളെ സ്തുതി. എല്ലാ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവജനത്തെ വിട്ടുമാറുന്നു. ഹല്ലേലൂയ. വിടുതലിന്റെ ഹല്ലേലൂയ ദിനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ. ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുന്നു. ഹല്ലേലൂയ. തുടർന്നുള്ള നിമിഷങ്ങളും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലും കൃപയിലും തന്നെ ആയിരിക്കും ഞങ്ങളെ സഹായം. കർത്താവിന്റെ അഭിഷേകത്തിനെ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മതത്തിൽ ശക്തമായി അങ്ങ് ഉപയോഗിക്കണമേ എന്ന് സകലവും ഞങ്ങൾക്ക് അനുകൂലമാക്കും. പ്രാർത്ഥന കേട്ടതിനെ നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നാം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വേദപുസ്തകങ്ങളെ തുറക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 93 ഒരുമിച്ച് ചേർന്ന് നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 93 ഒരുമിച്ച് ചേർന്ന് വായിക്കും. എല്ലാവരും എടുത്തൊന്ന് വിശ്വസിക്കുന്നു. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവ ബലം ധരിച്ച് അരക്കി കെട്ടിയിരിക്കുന്നു. ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. നീ അനാദിയുള്ളവൻ തന്നെ. യഹോവ പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു. പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. സമുദ്രത്തിലെ വൻ തിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ. നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നും ഉചിതം തന്നെ. ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ള എല്ലാ ദൈവമക്കളും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ്. എല്ലാവർക്കും യഥാസ്ഥാനങ്ങളിൽ ഇരിക്കാം. വീണ്ടും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രകാരം ഒരു ഭാഗ്യം ഒരുക്കിയല്ലോ. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നല്ലവനാണ്, വിശ്വസ്തനാണ്, അവൻ വാക്കുമാറാത്തവനാണ്. ദൈവവചന പ്രകാരം വരുന്ന പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങുമെങ്കിലും എൻ്റെ ദയ നിങ്ങളെ വിട്ട് ഒരു നാൾ മാറത്തില്ല. ഹല്ലേലൂയ. 2026 2 മാസങ്ങൾ നമ്മെ വിട്ട് കടന്നുപോയി. മൂന്നാമത്തെ മാസം പ്രാരംഭ ദിവസത്തിലായിരിക്കുന്നു. ഈ ഒരു മാസം മുഴുവനും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ, ഹല്ലേലൂയ, തുടർന്നുള്ള ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുവാൻ, ഹല്ലേലൂയ, നാം പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി നൽകുവാൻ ഈ നാളുകളിൽ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ദൈവവചന പ്രകാരം പറയുന്നു, 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യത്തിൽ ഞാൻ കടന്നു വരാമെന്ന് നമ്മോട് വാഗ്ദത്തം. കർത്താവ് എവിടെയെങ്കിലും വന്നാൽ വെറുതെ വന്നിട്ട് പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. കർത്താവിനൊരു കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. ദൈവികമായ ഒരു പ്ലാൻ ഉണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മെ നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങൾ ഇന്ന് പകൽക്കാലം മാറും. തുടർന്നുള്ള നിമിഷങ്ങൾ കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിൻ്റെ അഭിഷേകം ശുശ്രൂഷിക്കുമ്പോൾ, ഹല്ലേലൂയ, ഉറപ്പോടെ ധൈര്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. ഇവിടെ വിളിച്ചു പറയപ്പെടുന്ന ദൈവിക വചനങ്ങൾ, ദൈവിക ദൂതുകൾ, ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ പൂർണ്ണ മനസ്സോടെ നമുക്കത് ഏറ്റെടുക്കാം. ഇന്ന് പകൽക്കാലം നിശ്ചയമായി അങ്ങനെ നാം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. ഹല്ലേലൂയ. അടുത്ത ആഴ്ചകൾ നാം വരുമ്പോൾ, ഹല്ലേലൂയ, കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവ് എനിക്ക് നന്മ ചെയ്തു, എന്നെ ഹല്ലേലൂയ എൻ്റെ പ്രാർത്ഥന കേട്ടു, എൻ്റെ ഞെരുക്കത്തെ കർത്താവ് മാറ്റി, എന്നെ വിശാലതയിലേക്ക് നടത്തിയെന്ന് പറയുവാൻ ഹല്ലേലൂയ കർത്താവ് നമ്മെ ഇടയാക്കും. ഹല്ലേലൂയ. പ്രൈസ്. എല്ലാ ദൈവമക്കൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിട്ട് തുടർന്നുള്ള നിമിഷങ്ങൾ കർത്താവിൻ്റെ ദാസ് ഹല്ലേലൂയ അഭിഷേകത്തിന് മുന്നോട്ട് വന്ന് ശുശ്രൂഷിക്കും. കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയായിട്ട് എല്ലാ ദൈവമക്കളും ഹല്ലേലൂയ ശക്തിയോടെ നല്ല പകലിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. മനോഹരമായി ദൈവത്തെ പാടി ആരാധിപ്പാൻ ആ നല്ല കർത്താവിൻ്റെ വന്യ തിരുനാമം ഈ സന്ധ്യാസമയത്ത് ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഉയർത്തുവാൻ ദൈവമൊരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ പാടി ആരാധിച്ചല്ലോ, ദൈവത്തെ നാം സ്തുതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ശാന്തമായി ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് തന്ന ഒരു ചെറിയ ദൂത് വേഗത്തിൽ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം
7-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വേദഭാഗം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വേദഭാഗം. ഒരാൾ ശബ്ദമുയർത്തി ഒന്ന് വായിക്കാമോ? മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും അവൻ സമർത്ഥനായി തീർന്നു. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് ഏവർക്കും നന്നായി സുപരിചിതമായ ഒരു വേദഭാഗ അധ്യായമാണ്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം സ്തേഫാനോസിൻ്റെ പ്രസംഗമാണ്. താൻ മരിക്കുന്നതിന് മുമ്പ് സന്നിധി സംഘത്തിൻ്റെയും മഹാപുരോഹിതന്മാരുടെയും യഹൂദ ജനത്തിൻ്റെയും മുൻപിൽ താൻ ചെയ്യുന്ന നിറപടിയായി ചെയ്യുന്ന ശ്രേഷ്ഠമേറിയൊരു ശുശ്രൂഷ. അതിനകത്ത് ഭക്തൻ പറയുന്ന 1-2 പദങ്ങൾ മാത്രം ഞാൻ അടർത്തിയെടുത്ത് ഈ പകൽക്കാലം നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, അവിടെ വചനം പറയുന്നു, മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. ആരായിത്തീർന്നു എന്നാണ് പരിശുദ്ധാത്മാവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. സമർത്ഥനായി തീരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സകല രീതിയിലും സാമർഥ്യമുള്ളവനായി, കഴിവുള്ളവനായി, ബലപ്പെട്ടവനായി മാറുക എന്നൊക്കെയാണ് അർത്ഥം. പ്രിയരെ, ആരാണ് ഈ മോശ? നമ്മുടെ ജീവിതത്തിനകത്ത് നാം വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ അടിമനുഖത്തെ മോചിപ്പിക്കേണ്ടതിന് വേണ്ടി 400 വർഷം ഇസ്രായേൽ ജനം അബ്രഹാമിനോട് ദൈവം പറഞ്ഞതനുസരിച്ച് 400 വർഷം അന്യമല്ലാത്ത ദേശത്ത് അവർ പരദേശികളായി പാർക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടത അനുഭവിക്കുന്ന 400 വർഷത്തെ കഷ്ടകാലത്തിനകത്ത് അല്ലെങ്കിൽ അറുതി വരുത്തേണ്ടതിന് വേണ്ടി, വിരാമമിടേണ്ടതിന് വേണ്ടി ഒരു ശക്തനായ മോശയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ആ മോശയുടെ ചരിത്രത്തിൽ നിന്ന് 1-2 പദങ്ങൾ അടർത്തിയെടുത്ത് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, മോശയുടെ ജനനം മുതൽ കാണാൻ കഴിയുന്നത് ഒട്ടനവധിയായ പ്രതിസന്ധികളാണ്. ഞാനിങ്ങനെ പറയാം, പ്രിയരെ, വാക്തത്വമുള്ളവൻ്റെ വളർച്ചയെ എന്നും പ്രതിസന്ധികൾ തടയാൻ ശ്രമിക്കും. വാക്തത്വമുള്ളവനെതിരെ എന്നും പ്രതികൂലങ്ങൾ എഴുന്നേൽക്കും. വാക്തത്വം ഉള്ളവനെതിരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എഴുന്നേറ്റ് വരുമെങ്കിലും ആത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാം, പക്ഷെ വാക്തത്വമുള്ളവൻ തകർന്നു പോകത്തില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നൊരു പദമുണ്ട്, 118-ാം സങ്കീർത്തനത്തിനകത്ത് പറയുന്നുണ്ട്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ഈ പകൽക്കാലം നമുക്കൊന്ന് പറയാൻ കഴിയുമോ? എൻ്റെ കർത്താവിൻ്റെ പക്ഷത്തുള്ളിടത്തോളം കാലം ഞാനും എൻ്റെ കുടുംബവും തകർന്നു പോകത്തില്ല, ഞാനും എൻ്റെ മിനിസ്ട്രിയും തകർന്നു പോകത്തില്ല. കർത്താവ് എൻ്റെ കൂടെയുള്ളിടത്തോളം കാലം എൻ്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ വരത്തില്ലെന്നല്ല, ആർത്തിരമ്പുന്ന തിരമാലകളും കൊടുങ്കാറ്റുകളും പടകാടി ഉലയത്തില്ലെന്നല്ല, എൻ്റെ കർത്താവിൻ്റെ അമരത്തുള്ളിടത്തോളം കാലം, കർത്താവിൻ്റെ പടകിൻ്റെ അമരത്തുള്ളിടത്തോളം കാലം ധൈര്യത്തോടെ ഞാൻ തകർന്നു പോകത്തില്ല. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ഞാൻ തകർന്നു പോകത്തില്ല. ഒരു കൊടുങ്കാറ്റിനും ഒരു പേമാരിക്കും ഒരു പ്രതിസന്ധികൾക്കും തകർക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ അത് വാക്തത്വമുള്ളവനാണ്, അത് അഭിഷേകമുള്ളവനാണ്, അത് ദൈവകൃപയുള്ളവനാണ്. ഹല്ലേലൂയ. പ്രിയരെ, മോശയുടെ ജനനം തന്നെ പ്രതിസന്ധികളുടെ നടുവിലാണ്. ഫറവോൻ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, ജനിച്ചു വീഴുന്ന എബ്രായ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാരായി അല്ലെങ്കിൽ ആൺകുട്ടികളായി ജനിച്ചു വീഴുന്ന സകല എബ്രായ കുഞ്ഞുങ്ങളെയും തീർത്തു കളയാൻ ഫറവോൻ കൽപ്പനയിടുമ്പോൾ 2 പദ്ധതികൾ. ഒന്ന്, ഉദരത്തിനകത്ത് വെച്ച് തന്നെ തീർക്കണം, ഇല്ലെങ്കിൽ ജനിച്ചു പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? നൈലിനകത്ത് എറിഞ്ഞു കൊന്നുകൾ
കളയണം. ഈ 2 പദ്ധതികളും ഫറവോൻ ഇട്ടിരിക്കുമ്പോഴും മോശക്കുഞ്ഞ് കൂടാരത്തിനകത്ത് വളരുന്നുണ്ട്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, എത്ര വലിയ പദ്ധതികൾ നിനക്കെതിരെ ഇട്ടാൽ എൻ്റെ ദൈവത്തിന് നിന്നെ വളർത്തണമെങ്കിൽ, എൻ്റെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ, എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഒരു പ്രതിസന്ധികൾക്കും ഒരു പ്രതികൂലങ്ങൾക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. എൻ്റെ ദൈവത്തിന് നിന്നെ എവിടെ വളർത്തണമെന്നറിയാം, എൻ്റെ ദൈവത്തിന് എവിടെ നിന്നെ മറയ്ക്കണമെന്നറിയാം. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ കരമുയർത്തി ദൈവത്തിന് രാമേം പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം 2026 പ്രിയരെ, ഈ മാർച്ച് മാസം 1-ാം തീയതി ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ പ്രതിസന്ധി വരാഞ്ഞിട്ടല്ല ഇരിക്കുന്നത്. പ്രതികൂലങ്ങളും പദ്ധതികളും ഒന്ന് മാറി വരാഞ്ഞിട്ടല്ല ഇതിനകത്ത് കൂളായി വന്നിരുന്ന് കൈയടിച്ചു പോകുന്നത്. ഇന്ന് പകൽക്കാലം അതിൻ്റെ നടുവിലും മറയ്ക്കുന്നൊരു കർത്താവുണ്ട്. ഇതിൻ്റെ നടുവിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നൊരു കർത്താവുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് അല്പസമയം ദൈവത്തിന് നല്ല ആരാധന കൊടുക്കണം. ഇന്ന് പകൽക്കാലം കർത്താവ് മറച്ചത് കൊണ്ട് കുഞ്ഞെ ഇന്ന് പകൽ നീ ജീവനോടിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ നന്നായി കരമടിച്ച് റാം ശബരബലഘടക റിമാനദലഘടക ദുരീഖമനദലഘടകം തേരകൽക്കമ അർത്ഥാരകൽക്കമനബലവശമാരകൽക്കമനബലഘടക റാം ശഖീരകൽക്കമനബലഘടക. നമ്മുടെയൊക്കെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ചിന്ത കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ നിന്നതെന്ന് തോന്നും. നമ്മുടെയൊക്കെ പണത്തിൻ്റെ ബലം കൊണ്ട് നിന്നതെന്ന് തോന്നും. നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ മഹിമ കൊണ്ട് നിന്നതെന്ന് തോന്നും. ഒന്ന് ചിന്തിച്ച് ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ കഴിഞ്ഞ രാത്രികൾ നാം അനുഭവിച്ച പ്രതിസന്ധികൾ വലുതല്ലായിരുന്നു. ഇന്നലകൾ നാം ഫേസ് ചെയ്ത പ്രതികൂലങ്ങൾ വലുതല്ലായിരുന്നു. അതിൻ്റെ നടുവിലും തകരാതെ നിന്നത് കർത്താവ് എവിടെയൊക്കെ മറച്ചത് കൊണ്ടല്ലേ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഒരു പക്ഷി ആമ വേട്ടക്കാരൻ്റെ കെണിയിൽ അകപ്പെടുന്നത് പോലെ എന്നെ ആമ കെണിക്കകത്ത് അകപ്പെടുത്തി കളയാ. ഒത്തിരി കെണികൾ ഒരുക്കി അനേകർ കാത്തിരുന്നപ്പോഴോ അതിൻ്റെ കെണികളിലേക്കകത്തൊന്നും വീഴാതെ മറച്ചൊരു കർത്താവിനെ ഇന്ന് പകൽ നന്നായി ഒന്ന് സ്തുതിക്കണം കേട്ടോ. അവൻ നടത്തിയ വിധങ്ങളോ ആമെ മറന്നു പോകരുത്. ഇന്ന് പകൽക്കാല സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. കാരണമെന്ത്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇന്ന് പകൽ നമ്മളോട് തന്നെ ഒന്ന് പറഞ്ഞ്, ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം നടത്തിയ വഴികളൊന്നും മറക്കരുത്. ദൈവം തുറന്നു വന്ന വാതിലുകളൊന്നും മറക്കരുത്. ദൈവം മറച്ച മറവിടങ്ങളൊന്നും നാം മറന്നുപോകരുത്. ഹല്ലേലൂയ. പ്രിയരെ, മോശ തൻ്റെ പിതാവിൻ്റെ കൂടാരത്തിനകത്ത്, അല്ലെങ്കിൽ തൻ്റെ മാതാവ് മറച്ചു പിടിക്കുമ്പോൾ തൻ്റെ മാതാവിനൊരു ബോധ്യമുണ്ട്, മറ്റു കുഞ്ഞുങ്ങൾക്കില്ലാത്ത എന്തോ വ്യത്യസ്തത ഇവനിലുണ്ട്. ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ ജീവിതത്തിനകത്ത് ആഞ്ഞടിച്ച പ്രതിസന്ധികൾ നിന്നെ തകർക്കുന്നില്ലെങ്കിൽ, നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളും ആഞ്ഞടിക്കുന്ന പ്രതിസന്ധികളും നിന്നെ തകർക്കുന്നില്ലെങ്കിൽ, ഇന്ന് പകൽ നീ സാധാ വ്യക്തിയല്ല, നീ വ്യത്യസ്തനാണ്. നീ വ്യത്യസ്തനാണ്. നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എത്രയോ കൊടുങ്കാറ്റടിച്ചല്ലേ, എത്രയോ വേദനാജനകമായ രാത്രികൾ വെളിപ്പെട്ടല്ലേ, എത്രയോ കണ്ണുനീരിൻ്റെ താഴ്വരകൾ വെളിപ്പെട്ടല്ലേ, എത്രയോ മരണനിഴലിൻ്റെ താഴ്വരകൾ വെളിപ്പെട്ടല്ലേ. അതിൻ്റെ നടുവിലൊന്നും തകരാതിരുന്നത് നീ വ്യത്യസ്തനായതുകൊണ്ടാണ്. നീ വ്യത്യസ്തനായതുകൊണ്ടാണ്. ഒരു ദൂത് ഞാൻ അവിടെ നിന്ന് പറയട്ടെ, നിന്റെ കുടുംബത്തെ പുറത്തെടുക്കുക, എൻ്റെ ദൈവം നിന്നെ കണ്ടതുകൊണ്ടാണ്. ഒരു പട്ടണത്തെ പുറത്തെടുക്കുക, ആമേ, എൻ്റെ ദൈവം നിന്നെ കണ്ടതുകൊണ്ടാണ്. ഏതൊക്കെ കുടുംബങ്ങൾക്കകത്ത് പൈശാചിക പദ്ധതികളെ അടിച്ചു മാറ്റി ചിലതിനെ സ്വതന്ത്രമാക്ക എൻ്റെ ദൈവം നിന്നെ കണ്ടതുകൊണ്ടാണ്. ഇതിനകത്തിരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ പൂർണ്ണമായൊരു ബോധ്യം വേണം. നിന്റെ കുടുംബത്തിന്റെ കഷ്ടത മാറ്റ, നിന്റെ കൂടാരത്തിന്റെ നിന്ന മാറ്റ, നിന്റെ കൂടാരത്തിന്റെ അപമാനം മാറ്റ, നിന്റെ കൂടാരത്തിന്റെ വേദന മാറ്റ. എൻ്റെ കർത്താവ് കുഞ്ഞെ നിന്നെ കണ്ടു കേട്ടോ, നിന്നെ തിരഞ്ഞെടുത്തു കേട്ടോ. എൻ്റെ ദൈവം എവിടെയൊക്കെ നിന്നെ മറച്ചു കേട്ടോ, എവിടെയൊക്കെ എൻ്റെ ദൈവം ഒളിപ്പിച്ചു വച്ചതെന്തിനെന്നറിയാമോ? കാലങ്ങൾ കടിയും
കഴിയുമ്പോ, ആമേ, ദിവസങ്ങൾ കഴിയുമ്പോ, വർഷങ്ങൾ കഴിയുമ്പോ, എന്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നിന്റെ കൂട്ടുകാർക്കില്ലാത്ത, നിന്റെ കുടുംബക്കാരെ കുറിച്ച് ആർക്കും ഇല്ലാത്ത ഒരു ദൈവിക പദ്ധതി നിന്നെക്കുറിച്ച് മാത്രം, നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ തലമുറയെക്കുറിച്ച് എന്റെ ദൈവത്തിനുള്ളത് കൊണ്ട് എന്റെ ദൈവം എവിടെയൊക്കെ മറച്ചു വെച്ചത്, എന്റെ ദൈവം എവിടെയൊക്കെ മറച്ചു പിടിച്ചത്, മരണകരമായ പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിനകത്ത് ആഞ്ഞടിച്ചിട്ട് മരണത്തിന് വിട്ടുകൊടുക്കാതെ, പ്രതിസന്ധികൾക്ക് വിട്ടുകൊടുക്കാതെ, പ്രതികൂലങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ എന്റെ ദൈവം നിന്നെ നിർത്തിയത്, എന്റെ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുള്ളത് കൊണ്ട് വിശ്വസിക്കുന്നവർ കരമടിച്ച് എന്റെ ദൈവത്തിന് മല്ലയാരാധന കൊടുത്താട്ടെ. ഈ വചനം ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ചില തലമുറകളെ ദൈവം തൊടുകയാണ്. ഓൺലൈനിലൂടെ എന്നെ ശ്രമിക്കുന്ന ചില തലമുറകൾ, ഈ ദേശത്തിനകത്ത് എന്നെ ശബ്ദം കേൾക്കുന്ന ഈ ഹോളിനകത്തിരിക്കുന്ന തലമുറകളോട് ആത്മാവ് പ്രവചിക്കുക, കുഞ്ഞ്, നിന്റെ കുടുംബത്തിന്റെ കഷ്ടത മാറ്റ, നിന്റെ കൂടാരത്തിന്റെ നിന്ന മാറ്റ, നിന്റെ മാതാവിന്റെയും പിതാവിന്റെയും തല താഴ്ന്ന മണ്ണിൽ അവരുടെ തല ഉയർത്തിപ്പിടിക്കുക. എന്റെ ദൈവം നിന്നെ കണ്ടു കേട്ടോ, എന്റെ ദൈവം നിന്നെ തിരഞ്ഞെടുത്തു കേട്ടോ, എന്റെ ദൈവം അർഹതയില്ലാത്ത ഒരു നിയോഗത്തോടെ ദൈവം നിന്നെ മറച്ചു പിടിക്കുകയാണ്. ഓ റാം ഷാബ ലാഖോ റംദി റിഖമാന ധാരാ 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 Ribara shakare khili koranda bana altare khamana shara dhara vala gadaga thira gach khamana dhara 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 ee dood njan kaimarumbo chila kalame തലമുറകൾ സംബന്ധിച്ചമായ വിഷയങ്ങൾക്കകത്ത് വലിയ വിടുതലുകൾ സംഭവിക്കുകയാണ്, വലിയ വിടുതലുകൾ സംഭവിക്കുകയാണ്, വലിയ മാനിഫെസ്റ്റേഷനുകൾ സംഭവിക്കുന്നു. ചില കൂടാരത്തിനകത്തുള്ള തലമുറകളെ എന്റെ ദൈവം വിടിവിക്കുകയാണ്, എന്റെ ദൈവം ഈ പകൽക്കാലം തൊടുകയാണ്, ഏതിനെയൊക്കെ എന്റെ ദൈവം പുറത്തെടുക്കുകയാണ്. ചിലതിനു വേണ്ടി പട്ടണങ്ങൾ ഒരുങ്ങുകയാണ്, രാജ്യങ്ങളുടെ വാതിലുകൾ ഒരുങ്ങുകയാണ്, ദേശങ്ങളുടെ വാതിലുകൾ ഒരുങ്ങുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വഴികൾ, ഇതുവരെ കേട്ടിട്ടില്ലാത്ത എന്റെ ദൈവത്തിന്റെ അത്യത്ഭുതമായ ചില ദൈവ പ്രവർത്തികൾ ഈ കേൾക്കാൻ 2026 നീ ഒരുങ്ങിക്കോ, നീ ഒരുങ്ങിക്കോ കുഞ്ഞ്. നിന്നോട് ദൂത് ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ നീ കേട്ടിട്ടില്ലാത്തത്, ഇതുവരെ നിന്റെ സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത ചില അത്യത്ഭുതമായ വഴികൾ എന്റെ ദൈവം ഈ ആണ്ടിൽ നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി, നിനക്കും നിന്റെ പേരൻസിനും വേണ്ടി, നിനക്കും നിന്റെ ഭാവിക്കും വേണ്ടി, നിനക്കും നിന്റെ ശബരബലഘടക രാമനാഥുരി ഖമനദലഘടക ശാരാധുരി ഖമനദലഘടക ശാരാബല ശഖി വിരോധര ശ്രീമനാഥരം ശബാല ഘടക ധാര ധാര അൽഖമാന ധീരധാല ദൈവം ചിലതിനെ മറയ്ക്കുകയാ. ഇന്നലകളിൽ മറച്ചു, ഇന്നലകളിൽ മറച്ചു. ശത്രു വെട്ടിയ ചില വാരിക്കുഴികൾക്കൊക്കെ തകപ്പെടാതെ ദൈവം നിന്നെ മറച്ചു. ഏതൊക്കെ തെറ്റായ കൂട്ടുകെട്ടുകൾക്കകത്ത് അകപ്പെടാതെ എന്റെ ദൈവം നിന്നെ മറച്ചു. ഏതൊക്കെ തെറ്റായ ബന്ധങ്ങൾക്കകത്ത് കുരുങ്ങിപ്പോകാതെ എന്റെ ദൈവം നിന്നെ മറച്ചു. ഏതൊക്കെ പ്രലോഭനങ്ങൾക്കകത്ത് വീണുപോകാതെ എന്റെ ദൈവം നിന്നെ വിശുദ്ധിയെ കാത്തു. ഈ പകൽ ദൈവാത്മാവ് പറയുക, കുഞ്ഞ്, ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. കൂട്ടുകാരെക്ക ആനന്ദ തൈലത്ത അഭിഷേകം, അഭിഷേകത്ത ഇന്ന് പകൽക്കാലം നിന്നെ ദൈവം നിറയ്ക്കുകയത്രേ. ആത്മാവിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, കർത്താവ് മറച്ചതുകൊണ്ടാ ഇന്ന് പകൽ ഈ ദൈവശബ്ദം കേൾക്കുന്നേ. കർത്താവ് മറച്ചതുകൊണ്ടാ ഇതിനകത്ത് വന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്. ഏതൊക്കെ തെറ്റായ ബന്ധങ്ങൾക്കകത്തുനിന്ന്, ഏതൊക്കെ തെറ്റായ കൂട്ടുകെട്ടുകൾക്കകത്തുനിന്ന്, ഏതൊക്കെ തെറ്റായ അഡിഷനുകൾക്കകത്തുനിന്ന്, ഏതൊക്കെ തെറ്റായ പാപത്തിന്റെ പ്രലോഭനങ്ങൾക്കകത്തുനിന്ന് പാപത്തിന്റെ കുഴിക്കകത്ത് വീണുപോകാതെ എന്റെ കർത്താവ് നിന്റെ വിശുദ്ധിയെ മറച്ചു പിടിച്ചു. എന്റെ ദൈവം നിന്നെ ചേർത്ത് പിടിച്ചു. എന്റെ ദൈവം നിന്നെ സംരക്ഷിച്ചു. കാരണം എന്തെന്ന്
എന്താണെന്നറിയാമോ? ആർക്കും ചുമക്കാൻ കഴിയാത്ത ഒരു അഭിഷേകമേ ദൈവത്തിന് നിനക്ക് കൈമാറാനുണ്ട്. ആർക്കും വച്ചിട്ടില്ലാത്ത ശ്രേഷ്ഠമായ പദവികൾ, ശ്രേഷ്ഠമായ നിയോഗങ്ങൾ, ശ്രേഷ്ഠമായ ശുശ്രൂഷയുടെ നടത്തിപ്പുകൾ ഈ തലമുറയിൽ എൻ്റെ ദൈവത്തിന് നിനക്ക് കൈമാറാൻ ഉണ്ട്. കാരണം നിന്റെ തലമുറയെ ഈ പട്ടണത്തിനകത്ത് എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. ആമേ. ഇന്ന് പകൽ കർത്താവിനോട് പറ, എന്നെ മറച്ചതിന് നന്ദി, എന്നെ മറച്ചതിന് നന്ദി, എൻ്റെ കുടുംബത്തെ മറച്ചതിന് നന്ദി, എൻ്റെ തലമുറയെ മറച്ചതിന് നന്ദി, ഓ എൻ്റെ മിനിസ്ട്രി മറച്ചു പിടിച്ചതിന് നന്ദി. എത്രയോ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചു പ്രിയരെ, എത്രയോ പ്രതിസന്ധികൾ നേർക്കുനേരെ വന്നു. നാളത്തെ പകൽ എന്താകുമെന്ന് വേദനയോടെ കരഞ്ഞ എത്രയോ രാത്രികൾ. നാളെ ആമേ കർത്താവേ മതി, യഹോവേ മതി, എൻ്റെ പ്രാണനെ ഒന്ന് എടുത്താൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ച എത്രയോ ദിനരാത്രങ്ങൾ അതിൻ്റെ നടുവിലില്ല. കർത്താവ് നമ്മെ മറച്ചു പിടിച്ചില്ലേ? ആ സ്നേഹം നമ്മെ മറച്ചു പിടിച്ചില്ലേ? ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ മറച്ചു പിടിക്കുന്നത് പോലെ ആമേൻ ഇന്ന് പകൽക്കാലം എൻ്റെ അപ്പൻ നമ്മെ മറച്ചു പിടിച്ചത് കൊണ്ടല്ലേ ഈ പകൽ ഇതിനകത്ത് വന്നിരിക്കുന്നത്. മറച്ചു പിടിച്ചതിന് കാരണമെന്തെന്നറിയാമോ? ഇന്ന് പകൽ നിന്റെ കൂടാരത്തിന്റെ മിന്നയെ മാറ്റ എൻ്റെ കർത്താവ് നിന്നെ കണ്ടത് കൊണ്ടാണ്. ഈ പട്ടണത്തിന്റെ അവസ്ഥയെ മാറ്റ എൻ്റെ ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. ആർക്കുമില്ലാത്ത വിശേഷത എൻ്റെ ദൈവം നിന്നിൽ കണ്ടത് കൊണ്ടാ. ഞാനെപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവേ നിന്നതല്ലല്ലോ, നീ ഞങ്ങളെ നിർത്തിയതല്ലേ, നീ ഞങ്ങളെ നിർത്തിയതല്ലേ, ഇതുവരെ കൊണ്ടുവന്നത് കർത്താവല്ലേ, എന്തേ ഇങ്ങനെ നിൽക്കാൻ കാരണം? എന്താ ഈ ഞായറാഴ്ച എനിക്ക് തോന്നുന്നു ഇത് മൂന്നാമത്തെ പ്രസംഗമാണ്. ഈ മൂന്നാമത്തെ പ്രസംഗം ഞാൻ പ്രസംഗിക്കാൻ കാരണം ഇന്ന് പകൽക്കാലം കർത്താവ് മറച്ചത് കൊണ്ടാണ്, കർത്താവ് മറച്ചത് കൊണ്ടാണ്, കർത്താവ് മറച്ചു പിടിച്ചത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ജനിച്ചപ്പോഴേ തകർത്ത് കളയാൻ ശത്രു പദ്ധതി ഇട്ടതാണ്. അവൻ ജനിച്ചപ്പോഴേ തീർത്ത് കളയാൻ പദ്ധതി ഇട്ടതാണ്. പാതി വഴിയിൽ എവിടെയൊക്കെ വെച്ച് തീർത്ത് കളയാൻ പദ്ധതി ഇട്ടാണ്. മുളയിലെ നുള്ളിക്കളയാൻ പലരും നിഗൂഢ പദ്ധതി ഇട്ടതാണ്. പല കുരുക്കുകളും വലിയ കുഴികള്, വലിയ ആമേൻ എന്തു പറയാനാ, ശത്രുവിന്റെ പദ്ധതികളെല്ലാം ശത്രു ഒരുക്കിയപ്പോൾ കർത്താവ് നമ്മെ മറച്ചു പിടിച്ചു. അമ്മേ ഹല്ലേലൂയ. കർത്താവ് മറച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. വചനം പറയുന്നു, മോശയുടെ മാതാവ് ആമേൻ 3 മാസം കൂടാരത്തിനകത്ത് ഒളിപ്പിച്ചു വച്ചു. എങ്ങനെ വെച്ചു? ഒളിപ്പിച്ചു വച്ചു. ഞാൻ ആത്മാവിൽ പറയാം, തലമുറകളെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഒളിപ്പിക്കണം. ഓ നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. നിങ്ങളുടെ കുടുംബത്തെ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് മറച്ചു പിടിക്കണം. നിന്റെ മിനിസ്ട്രിയെ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് മറച്ചു പിടിക്കണം. നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ പ്രാർത്ഥനയ്ക്കകത്ത് മറച്ചു പിടിക്കണം. കാരണമെന്ത്? നാം പലതിനെയും ഒതുക്കുന്നത് പോലെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഒതുക്കിക്കളയാൻ ഏതൊക്കെ ശത്രു പദ്ധതി ഇടുന്നുണ്ട്. അതിൻ്റെ നടുവിൽ മറച്ചു പിടിക്കുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം പറയണം, എത്ര ഫറവോൻ എഴുന്നേറ്റോട്ടെ, എത്ര വലിയ പദ്ധതികൾ അവൻ ഒരുക്കട്ടെ, എത്ര വലിയ കൽപ്പനകൾ അവൻ പുറപ്പെടുവിക്കട്ടെ, ഞാൻ എൻ്റെ കുടുംബത്തെ പ്രാർത്ഥനയിൽ മറയ്ക്കും, ഞാൻ എൻ്റെ കുടുംബത്തെ ദൈവകൃപയിൽ മറയ്ക്കും. എത്ര പേർക്ക് തൻ്റെ ഇടമുണ്ടത് പറയാൻ? കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ നീ മറച്ചാൽ ഇങ്ങനെ ഞാൻ പറയാം, ആമേൻ, അങ്ങനെ നീ മറച്ചാൽ എന്ന് പറഞ്ഞാൽ നിനക്ക് കഴിയുന്നിടം വരെ, നിനക്ക് കഴിയുന്ന ആവോളം നിന്നെ തന്നെ മറച്ചാൽ, സ്കൂളിൽ നിന്നെ മറച്ചാൽ, ആമേ പ്രലോഭനങ്ങളുടെ നടുവിൽ നിന്നെ മറച്ചാൽ, കൂട്ടുകാരുടെ മുൻപിൽ നിന്നെ മറച്ചാൽ, കുടുംബക്കാരുടെ മുൻപിൽ വിശുദ്ധി നിന്നെ തന്നെ മറച്ചാൽ, ഹലോ പാപം നിന്റെ അടുക്കൽ വരുമ്പോൾ മാറി നിന്നു നിന്നെ തന്നെ വിശുദ്ധ ജീവിതത്തിനു വേണ്ടി മറച്ചു പിടിച്ച, ഞാൻ ആത്മാവിൽ പറയാ, നിനക്ക് മറച്ചു പിടിക്കാൻ കഴിയാത്ത സമയം വരും, അപ്പോൾ കർത്താവ് നിന്നെ മറയ്ക്കും. അമ്മേ, ഇന്ന് പകൽക്കാലം വല്ലതും പിടികിട്ടിയോ? നമ്മൾ മറയ്ക്കേണ്ട സമയത്ത് മറച്ചാൽ, നിനക്ക് മറയ്ക്കാൻ പറ്റാത്ത സമയത്ത് കർത്താവ് നിന്നെ മറയ്ക്കും. അമ്മേ,
3 മാസം മോശ കുഞ്ഞിനെ തൻ്റെ മാതാവ് മറയ്ക്കുകയാണ്. ഒരമ്മയ്ക്കും താങ്ങാൻ കഴിയില്ല. അമ്മയ്ക്ക് മനസ്സിലായി, ഒന്ന് ഈ നൈലിനകത്ത് എൻ്റെ കുഞ്ഞെറിയപ്പെടും, ഒന്ന് ഈ കുഞ്ഞിനെ ആരെങ്കിലും കൊന്നുകളയും, ഇനി ഇവനെ ഒളിപ്പിക്കാൻ കഴിയില്ല, കാരണം ഇവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ ചെയ്തത് കേൾക്കണമോ? നമുക്കെല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ്. അമ്മ ചെയ്തത് ഇത്രയുള്ളൂ. ഒരു ഞാങ്ങണപ്പെട്ടി വാങ്ങി, അല്ലെങ്കിൽ ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കി, അതിന് ചുറ്റും കീലു തേച്ചു. നിന്ന് പ്രസംഗിക്കേണ്ട സംഭവമാണ്. നിന്ന് പ്രസംഗിക്കേണ്ട സമയമാണ്. ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കി, അതിന് ചുറ്റും കീലു തേച്ചു. അതിനകത്ത് മോശക്കുഞ്ഞിനെ എടുത്തു കിടത്തി പെട്ടി പൂട്ടി. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? മിരിയാമും, എൻ്റെ പ്രസംഗ ഭാഷയിൽ പറയുക, മിരിയാമും അമ്മയും കൂടെ ആരുമില്ലാത്ത തക്കം നോക്കി, ആരും കാണാത്ത തക്കം നോക്കി, ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവരെന്ത് ചെയ്തെന്നറിയാമോ? നൈലിൻ്റെ ഏതോ കരയിൽ കൊണ്ടുവച്ച് പതിയെ ആ പെട്ടിയെ തള്ളി അങ്ങോട്ട് നൈലിലേക്ക് വിട്ടു. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ച് പ്രിയരെ, മറച്ചു പിടിച്ച അമ്മ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ മറച്ചു പിടിക്കാൻ കഴിയാതെ എവിടെയൊക്കെ കൊണ്ട് തള്ളിക്കളയുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇന്നലകളിൽ നിന്നെ മറച്ചു പിടിച്ചവ, ഇന്നിൻ്റെ സാഹചര്യം വന്നപ്പോൾ ഇന്നലകളിൽ നിന്റെ കൂടെ ഉണ്ടായിരുന്നവർ, ഇന്നലകളിൽ നിന്റെ കൂടെ പാടിയവർ, ഇന്നലകളിൽ നിന്റെ കൂടെ ആരാധിച്ചവർ, ഇന്നലകളിൽ നിന്റെ കൂടെ ചിരിച്ചവർ, നിന്റെ സന്തോഷത്തിലും സന്താപത്തിലും ഒരുപോലെ നിന്റെ കൂടെ ഉണ്ടായിരുന്നവർ, ഇന്ന് പകൽക്കാലം ഏതൊക്കെ പ്രതിസന്ധികൾ വെളിപ്പെട്ടപ്പോൾ നിന്നിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ, നിന്നെ ഒറ്റക്കിട്ടേച്ചു പോകുന്നുണ്ടോ, ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ കൈമാറാം. ലോകത്തിലെ സകലരും നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്നെ ഒറ്റയ്ക്ക് ഇട്ടേച്ചു പോയാലും, ഒരു നാളും നിന്നെ ഒറ്റയ്ക്ക് വിടാത്ത ഒരു നല്ല കർത്താവുണ്ട് കേട്ടോ. നിന്നെ മറന്നു കളയാത്ത ഒരു നല്ലൊരു നാഥനുണ്ട്. വചനം പറയുന്നു, പെറ്റ തള്ള തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ ഒരു നാളും മറക്കത്തില്ല. പ്രിയരെ, ചേർത്തു നിർത്താമെന്ന് പറയുന്നവരും കൂടെ കാണുമെന്ന് പറയുന്നവരും ഒരിക്കലും പിരിയില്ല എന്ന് പറയുന്നവരും ഒരിക്കലും നിന്നെ വിട്ടേച്ചു പോകില്ല എന്ന് ഉറപ്പ് പറയുന്നവരല്ല. വിട്ടേച്ചു പോകുന്ന ജീവിതത്തിൻ്റെ ചില ജംഗ്ഷനുകൾ വെളിപ്പെടും, ചില സീസണുകൾ വെളിപ്പെടും. നീ ഒറ്റപ്പെട്ടു പോകുന്ന, പ്രതിസന്ധിയുടെ അകത്തേക്ക് തള്ളിവിടപ്പെട്ട് ഒറ്റയ്ക്കായി പോകുന്ന ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലിൻ്റെ ചില ദിവസങ്ങൾ, ചില മണിക്കൂറുകൾ, ചില സെക്കൻഡുകൾ, ചില രാത്രികൾ, ചില ദിവസങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോൾ ഇന്ന് പകൽ ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. ആരെയും കണ്ടല്ലല്ലോ ഇതുവരെ ജീവിച്ചത്, ആരെയും കണ്ടല്ലല്ലോ ഇതുവരെ നിന്നത്. ഇന്ന് പകൽ കർത്താവ് തന്ന ജീവിതമല്ലേ, കർത്താവിനെ നോക്കിയല്ലേ ഇറങ്ങി തിരിച്ചത്. ഇന്ന് പകൽ ആര് പോയാലും നീ തകരില്ല, ആര് നിന്നെ മറന്നാലും നീ തകരില്ല, ആര് നിന്നെ ഉപേക്ഷിച്ചാലും നീ തകരില്ല. ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ, എന്റെ കർത്താവ് എന്റെ പക്ഷത്തോടുത്തോളം കാലം ഞാൻ തകരത്തില്ല. എന്റെ കൂടെ ദൈവമുള്ളിടത്തോളം കാലം ഒരു നൈലിനും എന്നെ മുക്കിക്കളയാൻ കഴിയില്ല, ഒരു പ്രതിസന്ധികൾക്കകത്ത് എന്നെ തീർത്തു കളയാൻ കഴിയില്ല. എന്റെ കർത്താവ് എന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നിടത്തോളം കാലം. അതാണ് ഒരു ഭക്തന്റെ പ്രത്യേകത. കണ്ടോ പ്രിയരെ, കൂടെ നിന്ന അല്ലെങ്കിൽ അമ്മയെ വളർത്തിയ സ്വന്തം മാതാവ് തൻ്റെ സാഹചര്യം കൊണ്ടാകാം നൈലിനകത്ത് ഒരു ഞാങ്ങണപ്പെട്ടിക്കകത്ത് തൻ്റെ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. ആരെല്ലാം ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ ഉപേക്ഷിക്കത്തില്ല. പെറ്റ തള്ള നിന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ ഉപേക്ഷിക്കത്തില്ല കേട്ടോ. ഇന്ന് പകൽക്കാലം നീ സങ്കടപ്പെടരുത്, നീ ഭാരപ്പെടരുത്, നിന്റെ ജീവിതം അവസാനിച്ചു എന്ന് നീ കരുതരുത്. ഇവിടെയൊന്നും അവസാനിക്കുന്നതല്ല കുഞ്ഞെ നിന്റെ ജീവിതം. ഒരു നൈല് കൊണ്ട് തീരുന്നതല്ല, ഒരു ചെങ്കടൽ കൊണ്ട് തീരുന്നതല്ല, ഒരു യോർദാൻ കൊണ്ട് തീരുന്നതല്ല, ഒരു എരിയുന്ന തീച്ചൂള കൊണ്ട് തീരുന്നതല്ല, സിംഹക്കുടി കൊണ്ട് തീരുന്നതല്ല, താബീതയെ വനാന്തരം കൊണ്ട് തീരുന്നതല്ല, യോസേഫെ പൊട്ടക്കിണർ കൊണ്ട് തീരുന്നതല്ല. നിന്റെ ജീവിതം ആരുപേക്ഷിച്ചു
ചിന്തിച്ചാൽ എൻ്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്നെ എത്തിക്കേണ്ട ഇടത്തെത്തിക്കുക, നിർത്തേണ്ട ഇടത്ത് നിന്നെ നിർത്തുക, രാജകീയമായ രീതിയിൽ മാനിക്കേണ്ട സ്ഥലത്ത് എൻ്റെ ദൈവം നിന്നെ മാനിക്കും. ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെ തലമുറകൾക്കകത്ത് അക്ഷരീരമായി എൻ്റെ ദൈവം ഈ ദൂത് കൈമാറുക, അവരോട് കൃത്യമായി ഈ ദൂത് ഇടപെട്ടുകൊണ്ടിരിക്കുക. വലിയ ഫേവറിലേക്ക്, വലിയ വിശാലതകളിലേക്ക് എൻ്റെ ദൈവം നിന്നെ ലിഫ്റ്റ് ചെയ്യുക, എൻ്റെ ദൈവം നിന്നെ ലിഫ്റ്റ് ചെയ്യുക. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഒരു നിമിഷം സ്ഥലം മറന്നൊന്ന് ദൈവത്തെ സ്തുതിക്കുക. നീ കാണാത്ത വൻകാര്യങ്ങൾ, നിന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ പദ്ധതികൾ, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത, നിനക്ക് വേണ്ടി ഇതുവരെയും ആർക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലാത്ത രീതിയിൽ എൻ്റെ ദൈവം ഈ പകൽക്കാലം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാ. വൈഡവരം തുര വൈഡവരം ചര വൈഡവരം തുര ഘടകച്ചാരകം ധര ഘടകത്തുരപാരികവ തുര വൈഡവരം തുര ജലഘടകം തുര വൈഡവരകവ തര വൈഡവരം തര വൈശവരം തര ഘടക തീരവരം തര വൈഡവരം തര ഘടകച്ചരകാം ധാരിഖാമാന ശേഖേ രേഖേ ബീരോരം തര വൈഡവരം തുര വൈഡവരം തുര വൈഡവരം തുര വൈഡവരം തര ഗച്ഛര ഘടക തീരവര വൈഡവ അർത്തന വൈഡവരം തുര വൈശവരം തര ഘടക തീരവരം തര വൈഡവരം തുര വൈഡവരം ചര വൈഡവരം തര ഘടക തുരവൈഡവരം തുരവൈഡവരം തരവൈഡവരം റിഖാം റിഖാം ധാരം 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 ധാര ധാരാബാരം ശാബാല ഹടക ധാര 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 ധാരിഖാമാന അക്ഷബാല ഹടക തേരം ധാരം ഓ റീ ഖോ ശൈഖി മീനി റീബാനം ധ തുരവൈഡവരം തുരവൈശവരം തുരവൈഡവരം ധ തുരവൈഡവരം തുരവൈശവരം ധ ഓ റിബാലബ റിബാലധാരകൾ ഖമാനബലഘടക ഹല്ലേലൂയ. സ്വന്തം മാതാവ് തന്നെ ഉപേക്ഷിച്ചിട്ട് തിരിഞ്ഞു പോകുകയാണ്, തന്നെ ഉപേക്ഷിച്ചിട്ട് തിരിഞ്ഞു പോകുകയാണ്. പക്ഷെ വചനം പറയുന്നു, പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ ഇങ്ങനെ കാണുന്നു, അവന് എന്ത് ഭവിക്കുമെന്ന് അവൾ ദൂരത്തു നിന്നു നോക്കി. അർത്ഥം, ഇന്നലെ വരെ ഈ നൈലിനകത്ത് വീണതൊന്നും തിരിച്ചു വന്നിട്ടില്ല. ഇന്നലെ വരെ നൈലിനകത്തകപ്പെട്ടതിനൊന്നും ഒരു മടങ്ങി വരവില്ലായിരുന്നു. നൈലിനകത്തെറിയപ്പെട്ട സകല കുഞ്ഞുങ്ങളെയും നൈലിനകത്തുള്ള മത്സ്യങ്ങൾക്ക് ആഹാരമായി മാറിക്കഴിഞ്ഞു. പക്ഷെ ഇന്നു പകൽ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. ആരും രക്ഷപ്പെടാത്ത വിഷയത്തിനകത്ത് നീ വീണാലും, ആരും രക്ഷപ്പെടാൻ കഴിയാത്ത വിഷയത്തിനകത്ത് നിന്നെ കുരുക്കിയാലും, ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. വാക്തത്വമുള്ളവനാണോ, നീ മടങ്ങി വരും, നീ മടങ്ങി വരും. ഈ ദൂത് ഞാൻ കൈമാറുമ്പോൾ എൻ്റെ ദൈവം ചിലതിനെ മടക്കിക്കൊണ്ട് വരികയാണ്. ഇനി ഒരിക്കലും പ്രതീക്ഷയില്ല, ഇനി നടക്കാൻ സാധ്യതയില്ല. പാസ്റ്റേ, ഇന്നലകളിലായിരുന്നെങ്കിൽ സംഭവിക്കാമായിരുന്നു, ഇന്ന് സംഭവിക്കാൻ ഒരു സാധ്യതയില്ല. കഴിഞ്ഞ വർഷമായിരുന്നെങ്കിൽ സാധ്യതയുണ്ടായിരുന്നു, ഇനി ഒരു സാധ്യതയില്ലെന്ന് നീ പറയുന്ന ചില വിഷയങ്ങൾ, നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ചില വിഷയങ്ങൾ, ദേശം ഉറ്റുനോക്കുന്ന ചില വിഷയങ്ങൾ, കുടുംബക്കാർ നോമെ ഉറ്റുനോക്കുന്ന ചില വിഷയങ്ങൾ, ഈ പകൽക്കാലം എൻ്റെ ദൈവം മടക്കിക്കൊണ്ടുവരികയാണ്. നൈലിൽ പോയ ഒന്നും മടങ്ങി വന്നിട്ടില്ലെങ്കിൽ എല്ലാവരെ പോലെയല്ല മോശേ, നീ വിളിയുള്ളവനാണ്, നീ തിരഞ്ഞെടുപ്പുള്ളവനാണ്, നിന്നെ വിളിച്ച വിളി വ്യത്യസ്തമാണ്. ഈ പകൽ ആത്മാവിൽ സ്തുതിക്കു കുഞ്ഞ്. എല്ലാ കുടുംബത്തെ പോലെയല്ല നിന്റെ കുടുംബം, എല്ലാ ദൈവദാസന്മാരെ പോലെയുള്ള ശുശ്രൂഷയല്ല നിന്റേത്. ഈ പകൽക്കാലം മാതാവേ, പിതാവ്, എൻ്റെ ദൈവം നിന്നെ കണ്ടത് സകലരെ പോലെയല്ല, നീ വ്യത്യസ്തനാണ്, നീ തകരില്ല. എത്ര വലിയ ട്രയലിനകത്ത് നീ ഒഴുകിപ്പോയാൽ എൻ്റെ ദൈവം നിന്നെ മടക്കി കൊണ്ടുവരുമോ. ഈ ദൂത് ഞാൻ കൈമാറുന്ന സമയത്ത് ഇന്ന് പകൽ നഷ്ടപ്പെട്ടു പോയ തലമുറകൾ മടങ്ങി വരട്ടെ, നഷ്ടപ്പെട്ടു പോയ ഭാവികൾ തിരിച്ചു വരട്ടെ, നഷ്ടപ്പെട്ടു പോയ രാജ്യങ്ങൾ ഈ പകൽക്കാലം മടങ്ങി വരട്ടെ.
Ibarabalam shalala kamana thara 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 shalaro rimane shala thara 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 ramana shakire galkaba ദൈവദാസനെ ഒരു പ്രതീക്ഷയില്ല, ഒരു പ്രതീക്ഷയില്ല, ഒരു പ്രതീക്ഷയില്ല. സകലരും ഉറ്റുനോക്കുക, സകലരും ഉറ്റുനോക്കുക. എന്റെ കുടുംബത്തിനകത്ത് എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുക. എന്റെ തലമുറയുടെ ഭാവിക്കകത്ത് എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുക. സകലരും എന്റെ മിനിസ്ട്രിക്കകത്ത് എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുക. ഇവൻ രക്ഷപ്പെടുമോ എന്ന് പലരും ഉറ്റുനോക്കുക. പക്ഷെ എന്റെ ദൈവം പറയുക, കുഞ്ഞ എല്ലാവരെ പോലെയല്ല നീ, എല്ലാ കുടുംബത്തെ പോലെയല്ല നീ വ്യത്യസ്തനാണ്. കാരണം നീ അഭിഷേകമുള്ളവനാണ്, നീ വിളിയുള്ളവനാണ്, നീ തിരഞ്ഞെടുപ്പുള്ളവനാണ്, നീ ദൈവിക പദ്ധതിക്കകത്ത് ദൈവ കണ്ടവനത്രേ. എന്നറിയില്ല, അസാധാരണമായ ദൈവിക സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി വരികയാണ് കേട്ടോ. ഇതിനകത്ത് ഇറങ്ങി വരികയാണ്. ഇതിനകത്ത് ഇറങ്ങി വരികയാണ്. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ, നിങ്ങൾ എവിടെ ഇരുന്ന് ഈ ശബ്ദം ശ്രമിച്ചാലും ഈ നിമിഷം ദൈവ സാന്നിധ്യം നിന്നെ തൊടുകയാണ്. നിന്നെ ഒഴുക്കി കൊണ്ടുപോകുന്ന, നിന്റെ ജീവിതത്തെ തകർത്ത് കളയും, നിന്റെ ഭാവിയെ മുച്ചൂട് മുടിച്ചു കളയും, നിന്നെ നശിപ്പിച്ചു കളയുമെന്ന് വാദിക്കുന്ന ചില വാരിക്കുഴികൾക്ക് കത്തുന്ന ആത്മാവ് ഇന്ന് പകൽ നിന്നെ മടക്കിയെടുക്കുകയാണ്. ഈ വിഷയം എന്നെ കൊണ്ടേ പോകൂ, ഈ പ്രതിസന്ധി എന്നെ കൊണ്ടേ പോകും, ഈ പ്രതിസന്ധി എന്നെ കൊണ്ടേ പോകൂ, ഈ കടഭാരം ഞങ്ങളുടെ കുടുംബത്തെ കൊണ്ടേ പോകൂ, എന്റെ തലമുറയുടെ ഭാവിയെ ഈ വിഷയം കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയും. ആരോടൊക്കെ ദൈവം പറയുക, ഞാൻ നിന്നെ മടക്കിയെടുക്കുക. Let it happen in the name of Jesus. Let it happen in the name of Jesus. Let it happen in the name of Jesus. Ram Shekiminiko Alteri Kantara Galkama Ata Shekimino Rimanate. ഞാൻ പറയാൻ കേട്ടോ പ്രിയരെ, മനുഷ്യർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതിന് പരിധിയുണ്ട്. മനുഷ്യർക്ക് നിന്റെ വിഷയത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിന് പരിധിയുണ്ട്. ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് നിന്റെ വിഷയത്തെ ഡീൽ ചെയ്യാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. ഇന്ന് പകൽക്കാല സ്വന്തം സഹോദരൻ താൻ നൈലിലൂടെ ഒഴുകുക. സഹോദരി കണ്ണ് നിറയുന്നുണ്ട്, പക്ഷെ അവൾക്ക് ചാടി ഇറങ്ങാൻ കഴിയില്ല. കാരണം അവളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതല്ല വിഷയം. ഇന്ന് പകൽ ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാ. ഉലകത്തിലെ ഒരു മനുഷ്യനെ കൊണ്ടോ, ഒരു വ്യക്തിയെ കൊണ്ടോ, ഒരു പ്രവാചകന്മാരെ കൊണ്ടോ, ശക്തന്മാരായ ശുശ്രൂഷകന്മാരെ കൊണ്ടോ ഡീൽ ചെയ്യാൻ കഴിയാത്ത വിഷയത്തെ ഡീൽ ചെയ്യുന്നൊരു സ്വർഗമുണ്ട്. ചില വിഷയങ്ങളെ ഈ പകൽ എന്റെ ദൈവം ഡയറക്റ്റായി നിനക്ക് വേണ്ടി ഡീൽ ചെയ്യുക. എന്റെ ദൈവം ഡയറക്റ്റായി ചില വിഷയങ്ങളെ ഡീൽ ചെയ്യുക. എന്റെ ദൈവം ഡയറക്റ്റായി നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഡീൽ ചെയ്യുക. എന്റെ ദൈവം ഡയറക്റ്റായി നിന്റെ ഭാവിക്ക് വേണ്ടി ഡീൽ ചെയ്യുക. വിശ്വസിക്കുക കേട്ടോ. ഇന്ന് പകൽ ഇതിനകത്ത് വിഷയത്തെ ഡീൽ ചെയ്യുന്നത് സബിംബാസ് അല്ല. ഇന്ന് പകൽ നിന്റെ വിഷയത്തെ ഡീൽ ചെയ്യുന്നത് ദൈവ, നിന്റെ വിഷയത്തെ ഡീൽ ചെയ്യുന്നത് സ്വർഗമാ. ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ പറ, ഞാൻ നേരത്തെ പറഞ്ഞ പദം, എന്റെ കർത്താവ് എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുക? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയുക? നൈലിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയുക? ചെങ്കടലിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയുക? എരിയുന്ന തീച്ചൂളക്കകത്ത് എരിയുന്ന തീച്ചൂളയ്ക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയുക? സിംഹക്കുഴിക്കകത്ത് എന്നെ എന്ത് ചെയ്യാൻ കഴിയുക? ഇന്ന് പകൽ നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിന്റെ പക്ഷത്തുണ്ട്. ഈ ദൂത് പിടിച്ചോണം കേട്ടോ. ഇന്ന് പകൽ ഈ ദൂത് ഈ സൺഡേ സർവീസ് കഴിഞ്ഞാലും നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കും. നിന്റെ തലമുറകളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. നിന്റെ ഭാവിയോട് സംസാരിച്ചു കൊണ്ടിരിക്കും. നിന്റെ മിനിസ്ട്രിയോട് സംസാരിച്ചു കൊണ്ടിരിക്കും. നിന്റെ വ്യക്തിപരമായ ജീവിതത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ചില മരണ നിഴലിലെ താഴ്വരകൾക്കകത്ത് എന്റെ ദൈവം നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ചില നൈലുകളെ ദൈവം
ഞാൻ ഇന്ന് പകൽക്കാലം ഇങ്ങനെ പറയട്ടെ, നാലകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ബസ് കയറിയോ കാറെടുത്തോ ബൈക്ക് ഓട്ടിച്ചോ ഇങ്ങോട്ട് കയറി വരുമ്പോൾ എത്രയോ കണ്ണുകൾ നിനക്കെന്ത് ഭവിക്കുമെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നില്ലയോ? ഹലോ, 2025 26 അവൾ രക്ഷപ്പെടുന്നത് കാണാം, അവളുടെ തലമുറ രക്ഷപ്പെടുന്നത് കാണാം. ഓ വയറ്റിലോ നിനക്കെന്ത് ഭവിക്കുമെന്ന് ചില കണ്ണുകൾ വിദൂരതയിൽ നിന്ന് നീ ഒന്ന് തകർന്ന് കാണാൻ കൊതിക്കുമ്പോൾ, നീ ഒന്ന് വീണ് കാണാൻ കൊതിക്കുമ്പോൾ, നീ ഒന്ന് അസ്തമിച്ചു കാണാൻ കൊതിക്കുമ്പോൾ, നീ എല്ലാം തകർന്നവളായ ഒരു ഭ്രാന്തിയെ പോലെ മാറി തീർന്നു കളയാ ചില കണ്ണുകൾ വിദൂരതയിൽ നോക്കുമ്പോ, മോശേ നൈലിനകത്ത് ഞാങ്ങണ പെട്ടിക്കകത്ത് നീ ഒഴുകുമ്പോ വിദൂരതയിൽ നിനക്കെന്ത് ഭവിക്കുമെന്ന് വിദൂരതയിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന 2 കണ്ണുകളില്ലേ, അതേ കണ്ണുകളുടെ നടുവിൽ എന്റെ ദൈവത്തിന് നിന്നെ മടക്കിക്കൊണ്ടുവന്ന് രാജ്യ കൊട്ടാരത്തിനകത്ത് വളർത്തോ ഈ പകൽ പദ്ധതിയുണ്ട്. ആത്മാവിലൊരു ദൂത് കൈമാറാം. നിനക്കെന്ത് ഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്നവർ കാണേ. ഹല്ലേലൂയ. ദാവീദ് പറയുന്നൊരു പദമുണ്ട്, കർത്താവേ നന്മയ്ക്കായി ഒരടയാളം, 2026 എൻ്റെ ദൈവം പറയുക, നന്മയ്ക്കായി ഒരടയാളം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നിനക്കെന്ത് ഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്ന വ്യക്തികൾ കാണുക. എൻ്റെ ദൈവം എന്നോട് ഇങ്ങനെ ഒരു ദൂത് പറയുന്നു, ദുഷ്ടൻ അത് കണ്ടു വ്യസനിക്കും, അവൻ പല്ലുകടി ചുരുങ്ങി പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ തകർച്ച കാണാൻ നോക്കി നിന്നവരുടെ മുൻപിൽ ഒരു ജയാളിയെ പോലെ, ഒരു യോദ്ധാവിനെ പോലെ, ഒരു രാജാവിനെ പോലെ എൻ്റെ ദൈവം നിന്നെ ഒന്ന് റീ എൻട്രിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുക. എൻ്റെ ദൈവം വീണ്ടും നിന്നെ കളത്തിലിറക്കാൻ പോകുക. എൻ്റെ ദൈവം നിന്നെ വീണ്ടും ഉപയോഗിക്കാൻ പോകുക. നിന്റെ മിനിസ്ട്രിയെ വീണ്ടും ദൈവം ഉപയോഗിക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം നീ ചോദിക്കുന്നില്ലേ, കർത്താവേ പഴയതുപോലൊരു നല്ല കാലം വീണ്ടും വെളിപ്പെടാൻ പോകുക, ജീവിതത്തിനകത്ത് നല്ല കാലം വീണ്ടും സംഭവിക്കാൻ പോകുക. എഴുതിയിട്ടോണം കേട്ടോ, എഴുതിയിട്ടോണം. കഷ്ടത കണ്ടാതേ കണ്ണുകൊണ്ട്, നഷ്ടത കണ്ടാതേ കണ്ണുകൊണ്ട്, നഷ്ടങ്ങൾ കണ്ടാതേ കണ്ണുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ സമയമായി, എൻ്റെ ദൈവത്തിൻ്റെ ഫേവറുകൾ കാണാൻ സമയമായി, എൻ്റെ ദൈവത്തിൻ്റെ വിശാലതകൾ കാണാൻ സമയമായി, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതികളും വഴികളും അത്ഭുതങ്ങളും കാണാൻ സഭ റെഡിയായിക്കോ. നിന്റെ ദൈവം മടക്കിയെടുക്കുക. ഹല്ലേലൂയ. 2025 സെപ്റ്റംബർ മാസത്തിൽ ഞാനെപ്പോഴും നമ്മുടെ മെയിൻ ചർച്ചിലൊക്കെ പറഞ്ഞൊരു അനുഭവമുണ്ട്. ഹൃദയത്തിനകത്ത് ഓടി വരുന്നത് കൊണ്ട് പറയാം. ഞാൻ മധുരയിൽ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കാലിന് ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായി. ഞാൻ ഏകദേശം ദിവസങ്ങൾ, മാസങ്ങൾ ഒരു മുറിക്കകത്തൊതുങ്ങി. ഞാൻ തിരിച്ചു വരില്ല എന്ന് പലരും പദ്ധതിയിട്ടു. എനിക്കെന്ത് ഭവിക്കുമെന്ന് പല കണ്ണുകളും നോക്കി നിന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ പോയത് നിൻ്റെ വേല ചെയ്യാൻ, ഞാൻ നിന്നത് നിൻ്റെ വേലയ്ക്ക് വേണ്ടി. സാധ്യതകൾ പലതും ഉണ്ടായിരുന്നിട്ടും അതെല്ലാം വേണ്ടെന്ന് വച്ചിട്ട് ഞാൻ ഓടിയിറങ്ങിയത് അങ്ങയുടെ ശുശ്രൂഷ ചെയ്യാം. നീ വിളിച്ചു എന്ന് ബോധ്യത്തോടുകൂടെ ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ പറയട്ടെ, ലോകം തീർന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് എന്നെ വളർത്താൻ തുടങ്ങി. ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ദൈവം എന്നെ ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി. ആത്മാവിൽ ഞാൻ പറയാം, ലോകം തീർന്നെന്ന് പറഞ്ഞെടുത്ത് അത്ഭുതമല്ല,
അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം അത് സംഭവിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിൻ ചർച്ചിന് കേസ് വന്നു. പൂട്ടിക്കാനുള്ള പദ്ധതിയായിരുന്നു. പക്ഷെ എൻ്റെ കർത്താവ് ആലയത്തെ അങ്ങ് പണിതു. അതിൻ്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. സൗണ്ട് പ്രൂഫ് ആക്കി, ആർക്കും തൊടാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ ദൈവം ആലയത്തെ പണിതു. ആ പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും ഒരു ആലയത്തെ തിരുവനന്തപുരം പട്ടണത്തിനകത്ത് ഈ വരുന്ന ശനിയാഴ്ച കർത്താവിൻ്റെ വരവ് താമസിച്ച വീണ്ടും ഒരു ഇനാഗുറേഷൻ സംഭവിക്കാൻ കാരണമെന്നറിയാമോ? നീ തീർന്നു എന്ന് നോക്കി നിൽക്കുന്ന ചില കണ്ണുകളില്ലേ, നീ അവസാനിച്ചു എന്ന് നോക്കി നിൽക്കുന്ന ചില കണ്ണുകളില്ലേ, അതിന്റെ മടിവിൽ എന്റെ ദൈവം നിന്നെ മടക്കി കൊണ്ടുവരുമെന്ന് ഞാനിതൊരു പ്രവചനാത്മാവിൽ കൈമാറുക. എൻ്റെ അനുഭവത്തെന്ന് പറയുക, എൻ്റെ അനുഭവത്തെന്ന് ഞാൻ പ്രവചിക്കുക. ഇന്ന് പകൽ കുഞ്ഞേ, എൻ്റെ കർത്താവിന് എന്നെ മടക്കി കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഈ പകൽക്കാലം ആരോഗ്യത്തോടെ ബലത്തോടെ ഇത്രയും മണിക്കൂർ ഇന്ന് പകൽ ഇത് 3ാമത്തെ പ്രസംഗമാ. എൻ്റെ ദൈവത്തിന് വേണ്ടി പ്രസംഗിക്കാം. എൻ്റെ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക. എത്ര വലിയ നൈലിനകത്തൊതിയാണ് നിന്നെ ദൈവം തിരിച്ചു കൊണ്ടുവരും. കൊണ്ടുവരില്ലേ പ്രിയരെ, കൊണ്ടുവരില്ലേ? ഒരമ്മ കരയുക, കൂടാരത്തിനകത്ത് കരയുക, കുഞ്ഞിനെ ഞാങ്ങണപ്പെട്ടിക്കകത്ത് വിട്ട് നൈലിനകത്ത് ഒഴുക്കി വിട്ടിട്ട് വീട്ടിൻ്റെ മുറ്റത്തിരുന്ന്, കൂടാരത്തിൻ്റെ മുറ്റത്തിരുന്ന് ചങ്കുപൊട്ടി കരയുക. ഒരു മോളെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് പറയുക, അതിനെന്ത് സംഭവിക്കുമെന്ന് നീ നോക്കിക്കോണോ കേട്ടോ എന്ന് പറഞ്ഞ് ഒരമ്മ ചങ്കുപൊട്ടി കരയുക. ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. നിന്റെ കയ്യിൽ നിന്റെ കണ്ണിൻ്റെ മുൻപിൽ വളർന്ന ഇന്നലെ വരെ മോശയുടെ അമ്മയ്ക്ക് മോശയെ കാണാമായിരുന്നു. ഹലോ, ഇന്നലെ വരെ മോശെ കാണാമായിരുന്നു. ഇന്നലെ വരെ മോശെ അവൻ്റെ അമ്മയ്ക്ക് തൊടാമായിരുന്നു. ഇന്നലെ വരെ മോശെ അവൻ്റെ അമ്മയ്ക്ക് കാണാമായിരുന്നു, തൊടാമായിരുന്നു. അവൻ്റെ മോശയുടെ കണ്ണുനീർ അല്ലെങ്കിൽ മോശയുടെ കരച്ചിൽ അവൻ്റെ അമ്മയ്ക്ക് കേൾക്കാമായിരുന്നു. അർത്ഥം, ഇന്നലെ വരെ വാക്തത്വം കൈവെള്ളയിലായിരുന്നു. ഹലോ, ഇന്നലെ വരെ വാക്തത്വം കൈവെള്ളയിലായിരുന്നു. പക്ഷെ ഇന്ന് വാക്തത്വം ദൈവദാസൻ എൻ്റെ കയ്യിലില്ല, എൻ്റെ കണ്ണിൻ്റെ മുൻപിലില്ല. കുറച്ച് നിമിഷങ്ങൾ വരെ എൻ്റെ കണ്ണിൻ്റെ മുൻപിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എൻ്റെ കൂടാരത്തിനകത്ത് ദൈവം തന്ന വാക്തത്വം, എന്നോട് ദൈവം പറഞ്ഞ ദൈവശബ്ദം, ഞാൻ കേട്ട ദൈവശബ്ദം ഇന്ന് എൻ്റെ കൂടെ ഇല്ല ദൈവദാസനെ. പക്ഷെ ഏതൊക്കെ നൈലിനകത്ത് ആ വാക്തത്വം ഒഴുകുകയാണ്. ഇന്ന് പകൽ ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. നിന്റെ കയ്യിൽ നിന്ന് വാക്തത്വം നഷ്ടപ്പെട്ടു പോയാൽ, നിന്റെ കണ്ണിൻ്റെ മുൻപിൽ വാക്തത്വം ഇല്ലേല്, എത്ര വലിയ നൈലിനകത്ത് ആ വാക്തത്വം ഒഴുകിപ്പോയാലും, ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ ഈ വചനഹൃദയത്തിനകത്ത് ധ്യാനിച്ച കാറ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാൻ കാറ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നെയ്യാർ ഡാമിൻ്റെ ഷട്ടർ ചെറുതായിട്ടൊന്ന് തുറന്നിരിക്കുക. അതിനകത്തൂടെ വെള്ളം ഇങ്ങനെ പാഞ്ഞു വരിക. പാഞ്ഞു വരുമ്പോൾ കനാലിലൂടെ വെള്ളം ഒഴുകിപ്പോവുക. അപ്പോൾ ഈ വചനം എൻ്റെ ഹൃദയത്തിനകത്ത് അങ്ങ് കത്തി. പ്രിയരെ, ഒഴുകുന്ന വെള്ളത്തിനകത്ത് എന്തേലും നഷ്ടപ്പെട്ടാൽ, ഹലോ, ഒഴുകുന്ന വെള്ളത്തിൽ എന്തേലും നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു വരുമോ? അത് തിരിച്ചു വരുമോ? ഒഴുകിക്കൊണ്ടിരിക്കുന്ന നൈലിൽ ഹലോ വീണ ഒരു തലമുറയും ഇന്നുവരെയും തിരിച്ചു വന്നിട്ടില്ല. ഇന്നുവരെയും തിരിച്ചു വന്നിട്ടില്ല. ഇന്നുവരെയും അവൻ്റെ അമ്മയുടെ കരത്തിൽ അതിരുന്നിട്ടില്ല. എല്ലാം നൈലിനകത്ത് തകർന്നു. ഒന്നി തല തല്ലിത്തീർന്നു. ഏതൊക്കെ മത്സ്യങ്ങൾ കൊത്തിപ്പറിച്ചു, മാംസങ്ങൾ തിന്നു, അസ്ഥികൂടങ്ങളായി നൈലിനകത്ത് ഒഴുകി തുടങ്ങി. പക്ഷെ ഇന്ന് പകൽക്കാലം കേട്ടോ, വെള്ളത്തിൽ വീണതൊന്നും തിരിച്ചു വന്നിട്ടില്ല. അതാ വെള്ളത്തിൻ്റെ പ്രത്യേകത. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, സാധ്യതയില്ലെങ്കിലും സാധ്യതയില്ലെങ്കിലോ നടക്കാൻ
ഒരു സാധ്യതയില്ലെങ്കിലോ, സംഭവിക്കാൻ ഒരു സാധ്യതയില്ലെങ്കിലോ, നൈലിലാണ് ഒഴുകിപ്പോയതെങ്കിലോ, ഇന്ന് പകൽ ഒഴുകിപ്പോയ വാഗ്ദത്തത്തെ തിരിച്ചു നിന്റെ കൂടാരത്തിനകത്ത് കൊണ്ടുവരാൻ, തിരിച്ചു നിന്റെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാൻ, നഷ്ടപ്പെട്ടു പോയ കിലവിനെ ദൈവത്തിന് മടക്കിത്തരോ. ഇത് ഞാൻ പ്രസംഗിക്കുമ്പോ ആരോടും അറിയില്ല. ദൈവം പറയുക, നഷ്ടപ്പെട്ടു പോയ ചിലവ് മടങ്ങി വരികയോ. ഓഹോ ഹോ റിബാലാദ. ഇന്ന് പകൽ ഇതുവരെ വാഗ്ദത്തം കണ്ണിന്റെ മുൻപിൽ ഉണ്ടായിരുന്നു, വാഗ്ദത്തം കാതുകൊണ്ട് കേൾക്കാമായിരുന്നു, വാഗ്ദത്തം കൈകൊണ്ട് തൊടാമായിരുന്നു. പക്ഷെ ഇന്ന് നിന്റെ വാഗ്ദത്തം ഒഴുകുക. ഫ്ലോട്ടിംഗ് പ്രോമിസ്, ഒഴുകുന്ന വാഗ്ദത്തം. ഭാരപ്പെടേണ്ട കുഞ്ഞെ, എത്ര നൈലിനകത്ത് ഒഴുകിയാലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2026 ചില വാഗ്ദത്ത നിവർത്തികൾ കൂട്ടമായി ചില കുടുംബങ്ങൾക്കകത്ത്, നിന്റെ മിനിസ്ട്രിക്കകത്ത്, നിന്റെ ഭാവിക്കകത്ത് സംഭവിക്കുന്നു. ഏറ്റെടുക്ക. ഈ പകൽ സംഭവിക്കുക. നിന്റെ തലമുറക്കകത്ത് സംഭവിക്കുക. ഒഴുകിപ്പോയെന്ന് ലോകം പറഞ്ഞ ചിലവ് നിന്നിലേക്ക് മടക്കി. ഒഴുകിപ്പോയ ചില വാഗ്ദത്തങ്ങൾ, ഒഴുകിപ്പോയ ചില നന്മകൾ, ഒഴുകിപ്പോയ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. പോയി പാസ്റ്ററെ, നഷ്ടപ്പെട്ടു പോയി. എൻ്റെ കാലങ്ങൾ നഷ്ടപ്പെട്ടു, എൻ്റെ സമയങ്ങൾ നഷ്ടപ്പെട്ടു, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, എന്റെ ആയുസിന്റെ മല്ലകാലം നഷ്ടപ്പെട്ടു. നോ. എന്റെ ദൈവമാണ് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ ദൈവമാണ് വാഗ്ദത്തം പറഞ്ഞതെങ്കിൽ, എത്ര വലിയ നൈലിനകത്തൊഴുകിയാൽ വാഗ്ദത്തം മടങ്ങി വരും. വരും കേട്ടോ. വാഗ്ദത്തം നഷ്ടപ്പെട്ടെങ്കിൽ നിന്റെ കണ്ണിന്റെ മുൻപിൽ ഇന്നല്ലോ, വാഗ്ദത്തം ഇല്ലല്ലോ. എവിടെയൊക്കെ ഒഴുകിപ്പോയില്ലേ? കാണാൻ പോലും കഴിയാത്ത സാഹചര്യത്തിനകത്ത് എവിടെയൊക്കെ മറങ്ങിപ്പോയില്ലേ? നീ പറയും, 5 വർഷം മുമ്പായിരുന്നെങ്കിൽ ആ വാഗ്ദത്തം നടക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തായിരുന്നെങ്കിൽ അത് സംഭവിക്കാമായിരുന്നു പാസ്റ്റർ. ഞാൻ കുടുംബജീവിതത്തിനകത്ത് പ്രവേശിച്ചതല്ലായിരുന്നെങ്കിൽ ആ വാഗ്ദത്തം സംഭവിക്കാമായിരുന്നു. നോ. ഞാൻ ഉപജീവന മേഖലയിൽ സ്റ്റെപ്പ് എടുത്ത് വച്ചപ്പോഴായിരുന്നെങ്കിൽ പാസ്റ്റർ അത് സംഭവിക്കാമായിരുന്നു. പക്ഷേ എന്റെ ദൈവം പറയുക, കുഞ്ഞ്, എവിടെ ഒഴുകിയാലും വാക്ക് പറഞ്ഞത് ഞാനാണെങ്കിൽ. എന്നാ ദൂതല്ലേ. ഞാൻ ഇങ്ങനെ പറയുക, ഇന്ന് വാഗ്ദത്തം ഒഴുകുക. കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ഒഴുകിപ്പോയി, എവിടെയൊക്കെ ഒഴുകിപ്പോയി, കാണാൻ കഴിയാത്ത മേഖലകൾക്കകത്ത് ഒഴുകിപ്പോയി. പക്ഷെ എൻ്റെ ദൈവം ഉണ്ടല്ലോ, നിന്റെ മുൻപിൽ നിന്ന് ഒഴുകിപ്പോയ ചിലതിനെ തിരിച്ചു കൊണ്ടുവരാ. എൻ്റെ ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കും. മോശേ, നീ ഒഴുകുന്നുണ്ടോ? ആർക്കുമില്ലാത്ത വേദന നിനക്കുണ്ടോ? ആർക്കുമില്ലാത്ത കഷ്ടത നിനക്കുണ്ടോ? ആരും വേദനിച്ചിട്ടില്ലാത്ത രീതി നീ വേദനിക്കുന്നുണ്ടോ? ഒറ്റയ്ക്ക് ഏകാന്തതയ്ക്കകത്ത് ചെങ്കുപൊട്ടി കരയുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം എല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കർത്താവ് പറയുക, നിനക്കെന്തു ഭവിക്കുമെന്ന് നോക്കി നിന്നവരുടെ മുൻപിൽ 2026 നിനക്കെന്തു ഭവിക്കുമെന്ന് നോക്കി നിന്നവരുടെ മുൻപിൽ, അതേ കണ്ണിൻ്റെ മുൻപിൽ എൻ്റെ ദൈവം നിന്നെ വളർത്താനുള്ള വഴികൾ ഒരുക്കുകയാണ്.
നിന്നെ മാനിക്കാനുള്ള വഴികൾ ഒരുക്കുകയാണ്. ഓ റാം ഷെക്കീനോ കൊൽക്കുമാനതലകടകോ, ഏതൊക്കെ മുൾച്ചെടിയുടെ ഇടയിൽ അവൻ ഒളിച്ചിരുന്ന മിരിയാമിന്റെ കണ്ണുകൾ ദാ കാണുന്നൊരു കാഴ്ചയുണ്ട്. തൻ്റെ അനിയൻ ഒഴുകി പോകുക, തൻ്റെ അനിയൻ ഞാങ്ങണപ്പെട്ടിക്കകത്ത് മോശ ഒഴുകുമ്പോ ദാണ്ടേ രാജകൊട്ടാരത്തുനിന്ന് ചിലത് വരികയാ. ഞാൻ ആത്മാവിൽ പറയാ, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ നിനക്ക് അർഹതയില്ലാത്ത വ്യക്തികളെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കൂ. അർഹതയില്ലാത്ത പട്ടണങ്ങൾക്കകത്ത് വാതിലുകളെ തുറക്കൂ. അർഹതയില്ലാത്ത ഉപജീവന മേഖലയ്ക്കകത്ത് എൻ്റെ ദൈവം നിറയ്ക്കൂ. അർഹതയില്ലാത്ത ദേശത്ത്, അർഹതയില്ലാത്ത ഭവനത്തിൽ എൻ്റെ ദൈവം നിന്നെ കൊണ്ടുപോയി വളർത്തൂ. വിശ്വാസമുണ്ടോ പ്രിയരെ? വരുന്നത് സാധാ വ്യക്തിയല്ല, രാജകീയ രഥത്തിൽ വരിക. ആരാ വന്നത്? ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ഫറവോന്റെ പുത്രിയാ വന്നത്. ഇന്ന് പകൽ മോശയുടെ അമ്മയുടെ കരത്തിൽ നിന്ന് മോശ എന്ന് പറയുന്ന അല്ലെങ്കിൽ വാക്തത്വം നഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ദൈവം ആ വാക്തത്വത്തെ സംരക്ഷിക്കാൻ ശക്തമായൊരു കരത്തെ എൻ്റെ ദൈവം അയച്ചു. ഇന്ന് പകൽ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. നിന്നെ എവിടെ വളർത്തണമെന്ന് ദൈവത്തിനറിയാം. ആരെ അയച്ചു വളർത്തണമെന്നത് എൻ്റെ ദൈവത്തിനറിയാം. മോശേ, നീ നിന്റെ അമ്മയുടെ വീട്ടിനകത്ത് അല്ലെങ്കിൽ അമ്മയുടെ കയ്യിലാണെങ്കിൽ ഫറവോൻ നിന്നെ നൈലിനകത്ത് എടുത്തെറിയും, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. പക്ഷെ ഇന്ന് പകൽക്കാലം ഒരു ഫറവോനും ചലിക്കാൻ കഴിയില്ല. ഇരിക്കുന്നത് അത്രയ്ക്കും സുരക്ഷിതമായ കരത്തിലാണ്. വല്ലതും പിടികിട്ടിയോ? ഇന്ന് പകൽക്കാലം ഈ മൈക്ക് തന്ന നിങ്ങൾക്ക് സങ്കടം പറയാൻ കാണും, നിങ്ങൾക്ക് വേദന പറയാൻ കാണും, നിങ്ങൾക്ക് 100 കഷ്ടതയുടെ കയ്പുനീരിൻ്റെ അനുഭവങ്ങൾ പറയാൻ കാണും. ഇന്ന് പകൽ ഞാൻ സ്നേഹത്തോടെ പറയാൻ കേട്ടോ, നിന്റെ കയ്യിൽ നിന്ന് വാക്തത്വം നഷ്ടപ്പെട്ടാലും ഇന്ന് പകൽ വാക്തത്വം സുരക്ഷിതമായ കരത്തിലിരിപ്പുണ്ട്. നിന്റെ ഭാവി സുരക്ഷിതമായ കരത്തിലിരിപ്പുണ്ട്. നിന്റെ കുടുംബം സുരക്ഷിതമായ കരത്തിലിരിപ്പുണ്ട്. നിന്റെ തലമുറ സുരക്ഷിതമായ ഇടത്ത് ഇരിപ്പുണ്ട്. ഒരപ്പൻ ഒരു അങ്കി കീറിയ അങ്കിയും പിടിച്ചു ഒരായുസ് മുഴുവനും കരയുക. കരയുന്നതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ, എൻ്റെ മകൻ മരിച്ചു. അർത്ഥം എൻ്റെ വാക്തത്വം പോയല്ലോ. യാക്കോബിൻ്റെ കണ്ണുനീർ. യോസേഫ് എൻ്റെ വാക്തത്വമായിരുന്നു, എൻ്റെ വാക്തത്വ സന്തതിയായിരുന്നു. അവൻ മരിച്ചല്ലോ, അവൻ തീർന്നു പോയല്ലോ എന്നോർത്ത് കൂടാരത്തിനകത്ത് വാക്തത്വം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു യാക്കോബ് ഇരുന്ന് കരയുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറ. വാക്തത്വം തീർന്നെന്ന് പറഞ്ഞ യാക്കോബിൻ്റെ മുൻപിൽ അതേ വാക്തത്വം അയച്ചൊരു രഥം വന്നു നിന്നു. ഞാനിങ്ങനെ പറയാം, ദൈവമാണ് വാക്ക് പറഞ്ഞെങ്കിൽ അത് മാറില്ല കേട്ടോ. ഈ പൊട്ട ബുദ്ധിക്ക്, ഈ പൊട്ട ഭുക്തിക്ക് വാക്തത്വമൊക്കെ നഷ്ടമായെന്ന് തോന്നും, ജീവിതമൊക്കെ മടുത്തെന്ന് തോന്നും, ഒന്ന് അവസാനിപ്പിച്ചാലോ എന്നൊക്കെ തോന്നും, ഇനി ഒരു നല്ല കാലം ഇല്ലെന്നൊക്കെ ഈ പൊട്ട ബുദ്ധി നിന്റെ ഹൃദയത്തിനകത്ത് നിന്നോട് തന്നെ നിന്റെ മനസ്സ് മന്ത്രിക്കും. പക്ഷെ ഇന്ന് പകൽ ആത്മാവിലൊരു ദൂത് കൈമാറട്ടെ, നിന്റെ വാക്തത്വം ഒന്നും നഷ്ടപ്പെട്ടില്ല, അത് സുരക്ഷിതമായ കരങ്ങളിൽ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. പ്രിയർ, എൻ്റെ ദൈവം വളർത്തുന്നത് ശത്രുക്കളുടെ നന്മ കൊണ്ട് ദൈവം നിന്നെ വളർത്തും. വല്ലതും പിടി കിട്ടിയോ? ശത്രുക്കളുടെ നന്മ കൊണ്ട് ദൈവം നിന്നെ വളർത്തും. അപ്പോസ്തല പ്രവർത്തികൾക്കകത്ത് സ്തേഫാനോസ് പ്രസംഗിക്കുന്ന സമയത്ത് പറയുന്ന ഒരു പദമുണ്ട്. പിന്നെ അവനെ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ 21 വാക്യം, പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്തു തൻ്റെ മകനായി വളർത്തി. പ്രിയരെ, അങ്ങനെയാണ്
വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നത്, പുറത്തിട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ നഷ്ടമായി എന്ന് ലോകത്തിന് മനസ്സിലായപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഫറവോന്റെ പുത്രിയുടെ കരത്തിൽ അവനെ കൊടുത്തു. അമ്മേ, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ചില വ്യക്തികളെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കും. ചില കുടുംബങ്ങളെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കും. അർഹതയില്ലാത്ത ചിലതിനെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കും. എന്തിനെന്നറിയാമോ? നിന്നെ വളർത്താൻ. ഏത് മണ്ണിൽ നിന്നെ തകർക്കാൻ പദ്ധതി ഇട്ടോ, എഴുതിയിട്ടോണം കേട്ടോ, ഏത് മണ്ണിൽ നിന്നെ തീർത്ത് കളയാൻ പദ്ധതി ഇട്ടോ, അതേ മണ്ണിൽ ദൈവം നിന്നെ വളർത്തും, അതേ ഇടത്ത് വളർത്തും. ഏത് കുടുംബത്തിനകത്ത് നിന്നെ അടിച്ചു പുറത്താക്കാൻ നോക്കിയോ, ഏത് സ്ഥലത്ത് നിന്ന് നിന്നെ ഓട്ടിക്കാൻ ശ്രമിച്ചോ, ഏത് ദേശത്ത് നിന്ന് നിന്നെ ഓട്ടിക്കാൻ ശ്രമിച്ചോ, അതേ ഇടത്ത് ദൈവം നിന്നെ വളർത്തും. അപ്പം അതൊന്ന് പറഞ്ഞേ, ദൈവം വളർത്തും. ആമേ, ദൈവം വളർത്തും. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ ദൈവം വളർത്തുന്നത് ദുഷ്ടൻ്റെ നന്മ കൊണ്ട് നീതിമാനെ വളർത്തും. ആമേ, ഹല്ലേലൂയ. ദുഷ്ടൻ്റെ നന്മ കൊണ്ട് ദൈവം നീതിമാനെ വളർത്തും. ഇന്ന് പകൽക്കാലം കേട്ടേ പ്രിയരെ, അവൻ നിന്ന് പ്രസംഗിക്കേണ്ട സംഭവമാണ്. ഞാൻ വേഗത്തിൽ പോകുകയാണ്. എൻ്റെ മുമ്പിലുള്ള പ്രസംഗ വിഷയത്തിലേക്ക് ഞാൻ വേഗത്തിൽ പോകുകയാണ്. 1-2 മിനിറ്റുകൾ കൊണ്ട് ഞാനത് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വചനം ഇങ്ങനെ പറയുന്നു, ഫറവോൻ്റെ പുത്രി അവനെ എടുത്തു, മകനായി വളർത്തി. ഇവൻ വളരുന്നത് എവിടെയാണോ ഇവനെ നശിപ്പിക്കണമെന്ന് ഉത്തരവിട്ടത്, എവിടെയാണോ ഇവനെ നശിപ്പിക്കാൻ പദ്ധതിയിട്ടത്, അതേ ഇടത്ത് ഇവൻ ഓടിക്കളിച്ച് വളരുക. എന്ന് പറഞ്ഞാൽ ശത്രുവിന് ആയുധമുണ്ടാക്കാനേ കഴിയൂ, അവനുണ്ടാക്കുന്ന ആയുധം ഒന്നും ഫലിക്കില്ല. വല്ലതും പിടി കിട്ടിയോ? ശത്രുവിനെ ആയുധമുണ്ടാക്കാനേ കഴിയൂ, അവൻ ഉണ്ടാക്കുന്ന ആയുധം ഒന്നും ഫലിക്കില്ല, അവൻ്റെ മുൻപിൽ വളരും. ഇന്ന് പകൽ പറ, ശത്രുവിൻ്റെ മുൻപിൽ വളരും. ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് മിനിസ്ട്രിക്ക് ഇറങ്ങിയ സമയത്ത് ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കൊന്നുകളയാൻ തന്നെ പദ്ധതിയിട്ട് പല പദ്ധതികളും ജീവിതത്തിൻ്റെ മേഖലകൾക്കൊക്കെ താഞ്ഞടിച്ചപ്പോൾ ഞാൻ കർത്താവിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, എന്തിനാ കർത്താവേ ഇങ്ങനെ ദുഷ്ടനെയൊക്കെ ഇങ്ങനെ വച്ചിരിക്കുന്നത്? അന്ന് പക്വതയില്ലാത്ത നാളിൽ എന്ന് പറഞ്ഞാൽ വേദപുസ്തകവുമായി ഇറങ്ങിയ കാലഘട്ടത്തിൽ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നിനക്ക് ഒരു വാക്ക് മതിയല്ലോ ഇതിനെയൊക്കെ തകർത്ത് കളയാ, നിന്റെ ഒരു നോട്ടം മതിയല്ലോ ഇതിനെയൊക്കെ തീർത്ത് കളയാ, ഞങ്ങളെ എന്തിനാ ഇത്ര വേദനിപ്പിക്കുന്നേ, ഞങ്ങളെ എന്തിനാ ഇത്ര സങ്കടപ്പെടുത്തുന്നേ? കർത്താവ് എന്നോട് പറഞ്ഞൊരു മറുപടി, കുഞ്ഞെ, ദുഷ്ടൻ മാറിയിട്ടല്ല നിന്റെ വളർച്ച, ദുഷ്ടന്റെ മുൻപിലാ നിനക്ക് മേശ. ദുഷ്ടൻ മാറിയിട്ട് നിനക്ക് മേശയല്ല, അവൻ ദുഷ്ടന്റെ മുൻപിൽ മേശ ഒരുക്കുന്ന ദൈവമാണ്. ദുഷ്ടന്റെ മുൻപിൽ മേശ ഒരുക്കുന്ന ദൈവമാണ്. അതുപോലെ നോക്കി, മോശയെ തകർത്ത് കളയാൻ ഫറവോൻ പദ്ധതിയിട്ട കൊട്ടാരത്തിനകത്ത് മോശയെ വളർത്തി എന്ന് മാത്രമല്ല, മോശ അവിടെയാ ഓടിക്കളിച്ച് വളരുന്നത്. അമ്മേ, ചിന്തിക്കാൻ കഴിയുമോ? ശത്രു പദ്ധതി ഇട്ടെടുത്ത് അവൻ്റെ മുൻപിൽ തലകുനിച്ചല്ല, തലകാഴ്ത്തിയല്ല, ഒരു കഴുതഭാരം ചുമക്കുന്നത് പോലെ തല താഴ്ത്തിയല്ല, നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർത്തി, നിന്നെ മാനിച്ച്, നിന്നെ ബഹുമാനത്തോടെ കൊമ്പിനെ ഉയർത്തി എൻ്റെ ദൈവം നിന്നെ നടത്തും, എൻ്റെ ദൈവം നിന്നെ കൊണ്ടുപോകും. ഇതുവരെയും വെളിപ്പെടാത്ത സീസണുകളിലേക്ക് എൻ്റെ ദൈവം നിന്നെ കൊണ്ടുപോകും. ഒറ്റ പദവും കൂടെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് വിരാമമിടാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, വചനം പറയുന്നു, നാം വായിച്ച വചനം ഇങ്ങനെയാണ്, ഫറവോൻ്റെ മകൾ അവനെ എടുത്തു, അവൻ്റെ അമ്മ അവനെ എറിഞ്ഞു. അവൻ്റെ അമ്മ അവനെ എറിഞ്ഞു, അമ്മയെ പുറത്തിട്ടു. അങ്ങനെയാണ് വചനം. അവൻ്റെ അമ്മ പിന്നെ അവനെ പുറത്തിട്ട് കളയാ, മീൻസ് ത്രോ ഇറ്റ് അവേ. പുറത്തിട്ടു. പക്ഷെ ഫറവോൻ്റെ പുത്രി അവനെ എടുത്തു, അവനെ മകനായി വളർത്തി. അടുത്ത പദമാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്. എവിടെ മോശയെ തകർക്കാൻ പദ്ധതിയിട്ടോ, അതേ ഇടത്ത്, അതേ സ്ഥലത്ത്, അതേ മണ്ണിൽ
തല ഉയർത്തി. വചനം ഇങ്ങനെ പറയുന്നു, മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും, വാക്കിലും പ്രവൃത്തിയിലും സാമർഥ്യമുള്ളവനായിരുന്നു. വാക്കിലും പ്രവൃത്തിയിലും അവൻ സമർത്ഥനായി തീർന്നു. അതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. Moses was educated in all the learnings of Egypt. He was a man of power in words and deeds. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ളവനായി, ബലമുള്ളവനായി, ധൈര്യമുള്ളവനായി മോശ മാറി. ഇന്ന് പകൽ ആർക്കാ സമർത്ഥനായി തീരാൻ കഴിയുന്നത്? ദൈവം വളർത്തുന്നവനാണ്, ദൈവം നട്ടവനാണ്, ദൈവിക അഭിഷേകം കൈമാറിയവനാണ്. ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ പട്ടണത്തിൽ സമർത്ഥനാകും, നീ വിദ്യാഭ്യാസത്തിൽ സമർത്ഥനാകും, ദേശത്തിൽ സമർത്ഥനായി മാറും. സാധാ വ്യക്തിയല്ല, നീ സകല ജ്ഞാനത്തിലും സകല വിദ്യയിലും വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരിക്കും. എന്തുകൊണ്ട് മോശ അനുഭവിച്ച വേദന വലുതായിരുന്നു, മോശ അനുഭവിച്ച കഷ്ടത വലുതായിരുന്നു. അവനൊഴുക്കിയ അവൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം വേദനാജനകമായിരുന്നു. അവന് വേണ്ടി കരയാൻ, അവനെ മറച്ചു പിടിക്കാൻ ഒരു മാതാവ് അവനുണ്ടായിരുന്നു. പകൽക്കാലം എബ്രായ ലേഖനത്തിനകത്തൊരു വാക്കുണ്ട്, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ. അർത്ഥം, വളരുമ്പോഴും വിശ്വാസം പറഞ്ഞു കൊടുക്കാൻ അവനൊരു മാതാവുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു ദൂത് കൈമാറാം. പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറ സമർത്ഥനായിരിക്കും. ഉപവസിക്കുന്ന നിന്റെ തലമുറ സമർത്ഥനായിരിക്കും. അവൻ പട്ടണത്തിൽ, രാജ്യങ്ങളിൽ അവൻ സമർത്ഥനായിരിക്കും. എന്തുകൊണ്ട്? നിന്റെ കണ്ണുനീർ അവനെ ഉയർത്തും. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായവനാക്കി തീർക്കാൻ അവൻ്റെ ഹൃദയത്തിനകത്ത് നീട്ട വിശ്വാസം വലുതായി മാറും. എല്ലാ കണ്ണും ദൈവസ്ഥലടയട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്നു കൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചേ. ചില മിനിറ്റുകൾ ഒന്ന് പ്രാർത്ഥിച്ചേ. റാം ഷോ റായ് ഖെമിനോ റാം തുരി ഖമനദലഗഡഗ ഷാലാൽ ഖോ റാം ചേരഗൽ ഖമനദലഗഡഗ ഷാറാ തുരി ഖമനദലഗഡഗ. ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു. ഒന്ന് പ്രാർത്ഥിച്ചു. നിനക്കെന്ത് ഭവിക്കുമെന്ന് വിദൂരതയിൽ നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ ദൈവത്തോട് പറ, കർത്താവേ, മാതാപിതാക്കളെ ഒന്ന് പ്രാർത്ഥിച്ചേ. പക്ഷേ എൻ്റെ വാക്തത്വം എൻ്റെ കൂടെയില്ല, എൻ്റെ വാക്തത്വം ഇന്ന് എൻ്റെ കൂടെയില്ല. ഒരിക്കൽ കൂടെ ഒന്ന് പാടാമോ? രാത്രിയിൽ യാമങ്ങളിൽ കണ്ണുകൾ നനഞ്ഞിടുമ്പോൾ, രാത്രിയിൽ യാമങ്ങളിൽ കരയുന്നു
കരയുന്നെന്ന് ചോദിപ്പാനേശു മാത്രം. എന്തിന് കരയുന്നെന്ന് ചോദിപ്പാനേശു മാത്രം. ഈ മാരുയാത്രയതിൽ തനിയെ വിടുകയില്ല. ഭാരങ്ങളേറിടുമ്പോ കൂടെ വരും സഖിയാ. ഒന്ന് പറഞ്ഞാട്ടെ. ഈ മാരുയാത്രയതിൽ തനിയെ വിടുകയില്ല. ഭാരങ്ങളേറിടുമ്പോ കൂടെ വരും സഖിയാ. ഉള്ളങ്കാലം നീടുമ്പോ തല്ലയാമേശുനാഥൻ. ഉള്ളങ്കാലം നീടുമ്പോ തല്ലയാമേശുനാഥൻ. ഉള്ളംകരങ്ങളിലാ ഒന്ന് പറഞ്ഞാട്ടെ. ഉള്ളംകരങ്ങളിലാ വന്നു തലോടിടുന്നു. ഉള്ളംകരങ്ങളിലാ വന്നു തലോടിടുന്നു. നേടിയതോ നശ്വരം ബന്ധമോചനങ്ങൾ. ഞാൻ പരദേശിയല്ലോ, സ്വന്തമായൊന്നുമില്ല. ഒന്ന് പറഞ്ഞാട്ടെ. ഞാൻ പരദേശിയല്ലോ, സ്വന്തമായൊന്നുമില്ല. ഒരിക്കൽ കൂടെ. ഞാൻ പരദേശിയല്ലോ, സ്വന്തമായൊന്നുമില്ല. കൺകൾ നനഞ്ഞിടുമ്പോ What am I to present? കൺകൾ നനഞ്ഞിടുമ്പോ എന്തിന് കരയുന്നെന്ന് ചോദിപ്പാനേശു മാത്രം. എന്റെ മുൻപിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? ഒത്തിരി രാത്രികൾ ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് തരിച്ചായി പോയപ്പോ, രാത്രിയുടെ യാമങ്ങളിൽ കണ്ണു നിറഞ്ഞ് ഒഴുകുമ്പോഴും നാളത്തെ പകൽ എന്താകും അപ്പാ എന്ന് ഓർത്ത് കരഞ്ഞ സമയത്തും, നാളെക്കുറിച്ചൊരു പ്രതീക്ഷയ്ക്ക് ഒരു തരി സ്വപ്നം കാണാൻ പോലും വകയില്ലാതെ ജീവിതം സ്റ്റക്കായി പോയപ്പോൾ, കൂടെ പഠിച്ചവരും കൂടെ നിന്നവരും നല്ല വസ്ത്രം ധരിച്ചപ്പോഴും നല്ല ആഹാരം കഴിച്ചപ്പോഴും ജീവിതത്തിന്റെ കഷ്ടത ആരോടും പറയാതെ നിറകണ്ണുകളുമായി ആ അപ്പന്റെ സന്നിധിയിൽ
നീ മുഴങ്കാൽ മടക്കിയിട്ടുണ്ടോ? ദൈവം പറയാ, കുഞ്ഞേ, നീ കരഞ്ഞ അതേ ദേശത്ത് നീ വളരും. നീ വേദന അനുഭവിച്ച അതേ മണ്ണിൽ നീ കാലൂന്നി വളരും. Spirit Father, pour out your Spirit, Daddy. We feel your presence. We feel you, Daddy. Shabarakhorathe. ചില വാഗ്ദത്തങ്ങൾ മടങ്ങി വരട്ടെ. ഒഴുകിപ്പോയ വാഗ്ദത്തങ്ങൾ മടങ്ങി വരട്ടെ. ഞങ്ങളുടെ കൈവെള്ളയിൽ നിന്ന് നഷ്ടമായി പോയ ചില വാഗ്ദത്തങ്ങൾ ഈ പകൽ മടങ്ങി വരട്ടെ. ഞങ്ങളെ തകർക്കാൻ നോക്കിയ വ്യക്തികളുടെ മുൻപിൽ ജയാളിയോ ഞങ്ങൾ വാഴുന്ന സീസണുകൾ ഏത് കൂടാരത്തിനകത്ത് ഏത് മണ്ണിലിരുന്ന് ഞങ്ങൾക്കെതിരെ ആയുധങ്ങൾ ഒരുക്കുകയോ ഞങ്ങൾക്കെതിരെ പദ്ധതികൾ ഒരുക്കുകയോ അതേ മണ്ണിൽ ഞങ്ങൾ ഓടി വളരുന്ന ഓടി മടന്ന് വളരുന്ന സീസണുകൾ സ്തുതിക്ക. ഈ തിരുവനന്തപുരം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് Lokoshe Altara Balabalagadaga Arturi Kamana Balagadaga Shara Tara Regal Kamana Arterigal Kamana Balagadaga Rivashe Raturi Kamana The Altara Bashe Rimana Turi Kamana Balagadaga. Oh Rama Baba Sharata Ratere Shalaro Lekimine. Oh yes. Ram Shukora Ram Turi Kamanashe Ram Shorehme Ram Taragal Odinyan Duramere Tedinya Snehamere Nediyadon Ashwaram Bendamobe Tedinya Snehamere Nediyadon Ashwaram Bendamobe Yan Parage
ചോദിപ്പാൻ യേശു മാത്രം. എന്തിനെ കരയുന്നു? ചോദിപ്പാൻ യേശു മാത്രം. എന്തിനെ കരയുന്നു? Thank you, Lord, for your love. Thank you for your answering grace. Thank you for moving here in our midst. We seek you. We adore you. We surrender ourselves before you, Lord. ഓടി ഞാൻ ദൂരമേറെ പ്രാർത്ഥിച്ചേ. അപ്പനോട് എനിക്കറിയാം, ഞാൻ ഇറങ്ങി വരാതെ, ഞാൻ നിന്ന് പ്രസംഗിച്ചെടുത്തുന്ന ഒരു ഇഞ്ച് പോലും മാറാതെ ഇവിടെ നിന്നു എങ്കിലും ശക്തമായ ദൈവിക ചലനങ്ങൾ ചിലതിന് ദൈവം തൊട്ടു കഴിഞ്ഞു. ചില കുടുംബങ്ങളെ ദൈവം തൊട്ട് കഴിഞ്ഞു. ഒഴുകിപ്പോയ വാഗ്ദത്തങ്ങളെ മടക്കി നിന്റെ കൈവെള്ളയിൽ തന്നു കഴിഞ്ഞു. തീർന്നെന്ന് ലോകം പറഞ്ഞ നിന്റെ കുടുംബത്തെയും എന്റെ ദൈവം വളർത്തി തുടങ്ങിക്കഴിഞ്ഞു. ആരാ പറഞ്ഞ നീ അവസാനിച്ചെന്ന്? ആരാ പറഞ്ഞ നീ തീർന്നെന്ന്? ആരാ പറഞ്ഞ എല്ലാം അവസാനിച്ചു? തുറന്നു നൽകും. പ്രാർത്ഥിച്ചേ. അപ്പാ, താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. ഞാൻ ഈ നിമിഷം ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ്. വലിയ മാറ്റങ്ങൾ, വലിയ ചലനങ്ങൾ അവരുടെ ജീവിതങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. വലിയ മാനിഫെസ്റ്റേഷനുകൾ വെളിപ്പെടട്ടെ. ഈ സന്ദേശം കേട്ട് ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങുമ്പോൾ, ലൈവിലൂടെ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ, ഇനി ശ്രമിക്കാൻ പോകുന്നവർ, വിവിധ TV മാധ്യമങ്ങളിലൂടെ ഈ സന്ദേശം കേൾക്കുന്നു, അവരുടെ ജീവിതത്തിനകത്തൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ പേര് ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ദൈവകൃപാഴമായി ദൈവിക സാന്നിധ്യമാഴമായി വെളിപ്പെടട്ടെ. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരേ, 1-2 കാര്യങ്ങൾ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഈ വരുന്ന മാർച്ച് മാസം 7-ാം തീയതി തിരുവനന്തപുരം പട്ടണത്തിൽ മറ്റൊരു കൂട്ടായ്മ, സഭാ കൂട്ടായ്മ കൂടെ നമ്മൾ ആരംഭിക്കുകയാണ്. അതിന്റെ ഇനാഗുറേഷൻ മാർച്ച് മാസം 7-ാം തീയതി കൃത്യം 2:30 മുതൽ 5 വരെ നെയ്യാഡാം, ട്രിവാൻഡ്രം നെയ്യാഡാമിൽ, ഡാം ടോപ്പിൽ സഭയ്ക്ക് വേണ്ടി പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ഹാളിൽ
അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത് ആരാധന ആരംഭിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇതിനകത്തായിരിക്കുന്ന എല്ലാവരും നിശ്ചയമായി ആ ഇനാഗുറൽ സെക്ഷനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ ലൈവിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്നവർ, നിങ്ങളായിരിക്കുന്ന ഏത് മേഖലകളിൽ, ഏത് മാധ്യമങ്ങളിലൂടെ സന്ദേശം കേട്ടാലും, തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിങ്ങൾ ഉള്ളവരാണെങ്കിൽ ഞങ്ങൾ ആ കൂട്ടായ്മകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മണി മുതൽ വിശുദ്ധ സഭാരാധന ആ ഹാളിലുണ്ടാകും. കർത്താവ് അനുവദിച്ചാൽ ഞാളും നിങ്ങളെ ശുശ്രൂഷിക്കാൻ എല്ലാ ഞായറിലും അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ എല്ലാ ബുധനാഴ്ചയും ഡെലിവറൻസ് മീറ്റിംഗ് അതേ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. നിങ്ങൾ ആരാധനയോർച്ച് പ്രാർത്ഥിക്കുക, സഹകരിക്കുക. തിരുവനന്തപുരത്ത് നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക. അവർ കടന്നു വന്ന് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി വലിയ അനുഗ്രഹങ്ങൾ, വലിയ വിടുതലുകൾ ഈ തലമുറയിൽ പ്രാപിച്ചെടുക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? സ്വർഗീയമല്ല കർത്താവേ, നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം അസാധാരണമായ ദൈവിക നീതി ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടതിനായി നന്ദി പറയുന്നു. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ എല്ലാം നീ ഞങ്ങളെ ശക്തീകരിച്ചല്ലോ. പരിശുദ്ധാത്മാവിന്റെ വലിയ മൂവ് ഈ ഹാളിനകത്ത് വെളിപ്പെട്ടതിനായി നന്ദി പറയും. ശൂന്യതകളെല്ലാം പണിയപ്പെടണം. ദൈവത്തിന്റെ വലിയ മഹത്വം ചലിക്കണം. ഈ തലമുറയിൽ തിരുവനന്തപുരം പട്ടണത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്തൊരു ആലയമാക്കി ഈ ആലയത്തെ ഈ നാളുകൾ ലിഫ്റ്റ് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. ഈ ഹാളിനകത്തായിരിക്കുന്ന ലൈവിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന സകലരെയും ഞാൻ ബ്ലസ് ചെയ്യുക. ദി നെയിം ഓഫ് ജീസസ് ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾ പിരിയാത്ത ദൈവ സാന്നിധ്യം കൂടി മഹത്വം അങ്ങെടുക്കും, പ്രാർത്ഥന കേൾക്കും. യേശുവിൻ നാമത്തിനെ ആമേൻ. ആശീർവാദം കൈക്കൊള്ളാമോ? പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ ക്രിസ്തുവിന്റെ കൃപ, നമ്മെ ആശീർവദിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയ്ക്കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച ഞങ്ങളുടെ ഭൂലോകത്തെ സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ മടങ്ങി വരവിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ വേഗം വരണമേ. പ്രാർത്ഥനയോടെ കടന്നു പോകാം. പ്രാർത്ഥന ആവശ്യമുള്ളവർ ദൈവസന്നിധിയിലായിരിക്കുക.